കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക സംഭവങ്ങളെക്കുറിച്ചും നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മളിങ്ങനെ കുറേ ചിന്തിക്കാനിടയായി. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറ റിയാലിറ്റിയെ സ്നേഹിക്കുന്നവരാണ്. അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാകണം, അവരത് അന്വേഷിച്ച് തൃപ്തരാക്കും. അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മളൊക്കെ പണ്ട് നമ്മുടെ അമ്മമാർ പറയാം, ഇതാണ് നിൻ്റെ അപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച് അപ്പച്ചാന്ന് വിളിക്കുന്നു. ഇന്നത്തെ തലമുറ കുറേ കൂടെ അഡ്വാൻസായിട്ട് ശാസ്ത്രം വളർന്നതുകൊണ്ട് അവർ പറയും, ഞങ്ങളുടെ DNA ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, എൻ്റെ അപ്പൻ്റെ DNA ഒന്നാണെങ്കിൽ അത് കറക്റ്റല്ലേ, തെറ്റ് പറയാൻ പോകും. കാരണം പണ്ട് വിശ്വാസത്തെ നമ്മൾ വിളിച്ചിരുന്നു. വിശ്വാസം വർദ്ധിച്ച കാലത്തിൽ അമ്മ പറയും, എടാ നിൻ്റെ അപ്പനാന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചിരുന്നു, അല്ലേ? ഇന്നിപ്പോൾ ശാസ്ത്രം പുരോഗമിച്ച് വരികയല്ലേ, അതിന് പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അവർ പറയുകയാണ്, തെളിയിച്ചതാ, DNA കറക്റ്റാണെങ്കിൽ ഓക്കെ അപ്പച്ചാന്ന് വിളിക്കാം, തെറ്റൊന്നുമില്ല, ഞാൻ നോക്കിയിട്ട് തെറ്റൊന്നുമില്ല. ഒന്ന് വിശ്വാസത്തിൻ്റെ മാർഗം, ഇന്നിവരെ പഠിപ്പിക്കുന്ന സയൻസ് ആയതുകൊണ്ട് അവർ പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ യുദ്ധങ്ങളുണ്ടായതിനു ശേഷം ഇസ്രായേൽ, ഇറാൻ, ഹമാസ് യുദ്ധങ്ങളുണ്ടായതിനു ശേഷം അനേകായിരങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. ആ യുദ്ധം കൊണ്ട് വലിയ നേട്ടമുണ്ടായത് സത്യദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം മനുഷ്യർക്കുണ്ടായി. യഹോവ, യാഹുവേ എന്ന് പറയുന്ന ത്രിത്വ ദൈവം നാമം ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ വേദപുസ്തകത്തിലുണ്ട്. ഇസ്രായേലിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ നിന്നൊരു ഹിന്ദു മനുഷ്യൻ പറയുകയാണ്, ദൂതനോട് മല്ല് പിടിച്ച ഇസ്രായേലിനെ അല്ലെങ്കിൽ യാക്കോബിനെ അനുഗ്രഹിച്ച ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അവിടെ മുതൽ അവൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ആ ജനതയെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്നാ പറഞ്ഞു. അപ്പോൾ അത്രത്തോളം അക്രൈസ്തവരായ മനുഷ്യരും ഇസ്ലാം സഹോദരങ്ങൾ പോലും അവർ പിന്നെ ബൈബിളിൽ നല്ല ഭാഗങ്ങളിലുണ്ട്. എന്നാൽ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ഈ വചനം പറയണം, വചനം പ്രസംഗിക്കണം, പ്രസംഗിക്കുന്ന വചനം കേൾക്കണം. കേൾക്കാതെ അങ്ങനെ വിശ്വസിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സൗകര്യങ്ങളല്ല, അതിന് മെനക്കെടണം. അല്ല എന്തെങ്കിലും ഒരു ഉപരിവിപ്ലവം കാണിച്ചിട്ട് പോകുമല്ലോ, തെളിയിച്ചു കൊടുക്കണം. അപ്പോൾ തെളിയിച്ചു വരുമ്പോഴതിന് സമയമെടുക്കും. എക്സ്പെരിമെൻറ്റ് അതിനാണ് സമയമെടുക്കുന്നത്, തിയറിക്ക് അധികം സമയം വരത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലോക സംഭവങ്ങൾ ഈ യുദ്ധങ്ങളോടുകൂടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്രയോ പാസ്റ്റർമാർ, സുവിശേഷ വേലക്കാർ, മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു കൊടുക്കും തോറും അനേകരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. അനേകർ മനസ്സിലായി സത്യവേദം, വേദപുസ്തകം സത്യമാണ്. മറ്റു ഉപനിഷത്തുകളിലൊക്കെ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒരുപാട് മിത്തുകളുണ്ട് അതിനകത്ത്. മനുഷ്യൻ്റെ ആശയങ്ങളും സാഹചര്യങ്ങളൊക്കെ എഴുതിയുകൊണ്ട് അത് വിശ്വസിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. പക്ഷേ വേദപുസ്തകം വായിക്കും തോറും മനുഷ്യൻ്റെ അനുഭവങ്ങളാണ്, ഇല്ലയോ? ഞാൻ പറഞ്ഞില്ല, ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലിവിങ് എർത്ത്. ബിഫോർ, അപ്പം ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലിവിങ് എർത്ത്, ബൈബിൾ. അപ്പോൾ ലോകത്തിൽ ജീവിക്കുന്നതിന് മുമ്പുള്ള ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം ഈ വേദപുസ്തകത്തിലുണ്ട്. അത് 66 പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് മനുഷ്യൻ വിട്ടിരിക്കുകയാണ്. ഇനി ഒരുപാടുണ്ട്. ലോകത്തിൽ കൊള്ളാത്ത വിധത്തിലാണ് പുസ്തകം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മനുഷ്യന് അത്യാവശ്യമായ കാര്യങ്ങൾ അറിയുവാനും ഗ്രഹിക്കാനും വേണ്ടി സെലക്ട് ചെയ്തെടുത്ത 66 പുസ്തകങ്ങൾ, അതിനകത്ത് മനുഷ്യൻ്റെ വീഴ്ചയും താഴ്ചയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ യുദ്ധം കൊണ്ട് ലോകത്തിന് വലിയ നേട്ടം, ബൈബിൾ സത്യമാണെന്ന് അനേകർ ഏറ്റുകൊള്ളാൻ വേണ്ടി സാധിച്ചു. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് ഭൂമിയിൽ കാണുന്നെന്നുള്ളത് വ്യക്തമായിട്ട് ഹിന്ദുക്കളായ മനുഷ്യർ, മുസ്ലിങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പെന്തിക്കോസുകാരെ നാം എത്രത്തോളം ഉണർന്നില്ലെങ്കിൽ കിട്ടാൻ പോകുന്ന അടി ഭയങ്കരമായിരിക്കും. ആ സ്ഥാനത്ത് ദൈവം പുതിയ ആളുകൾ എഴുന്നേൽപ്പിക്കും. പിൻപന്മാർ പലരും മുൻപന്മാരും, മുൻപന്മാർ പലരും പിൻപന്മാരും ആവുകയാണ്. അതുകൊണ്ട് പിൻപന്മാരായി പോകുന്നവരുടെ വിഷയം ഇവിടെ വിഷയമല്ല, മുൻപിലേക്ക് വരുന്നവരാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതാണ് ഇപ്പോൾ ഞങ്ങളുടെ മിനിസ്ട്രിയുടെയും ഉദ്ദേശം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ സത്യങ്ങൾ റിസർച്ച് ചെയ്യുന്നതാണ്. ബൈബിൾ ഇപ്പോൾ നമുക്കറിയാം, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ഈ യുദ്ധങ്ങളോട് ചേർന്ന് അത് അവസാനിച്ചിട്ടില്ല. ഒക്ടോബർ 7-ാം തീയതി 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇന്നും ആയിട്ടില്ല, അതിൻ്റെ ഒരുക്കങ്ങളാണ്.
പ്രിപ്പറേഷൻ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം അതിൻ്റെ ക്ലൈമാക്സിൽ മൂന്നാം ലോകയുദ്ധമല്ല, ഈ പ്രിപ്പറേഷൻ്റെ ക്ലൈമാക്സ് അത് വരുന്ന സമയത്താണ് എതിർ ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത്. അതാണ് എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിനെ ചിന്തിക്കാനിടയായി. ഒബാമ പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ് പോകുന്ന സമയത്തിൽ ആ സമയങ്ങളിൽ UN-ൽ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു, പ്രമേയം കൊടുത്തിരുന്നു. അറബികൾക്ക് പാലസ്തീൻ വിട്ടുകൊടുക്കണം, ന്യായമായ കാര്യമാണ് എന്നാണ് പുള്ളി പറയുന്നത്. അതിപ്പോഴും ഉണ്ടത്. അന്ന് അമേരിക്ക അതിന് അംഗീകാരം കൊടുക്കാഞ്ഞുകൊണ്ടാണ് UN-ൽ അത് പാസ്സാകാതിരുന്നത്. പക്ഷേ ഇനി അത് പാസ്സാക്കിയെടുക്കും. ആ ഒരു ബേസിലാണ് ഇനി ഈ ഇറാനും റഷ്യയും ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ചേർന്ന് തുർക്കിയും തോഗർമ എന്ന് പറയുന്നതും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വായിച്ചു വരുമ്പോൾ ഈ തലമുറകളെല്ലാം അതിനകത്തുണ്ട്. അതിൽ യാഫേത്തിൻ്റെ പുത്രന്മാരാണ് ഇന്ന് യൂറോപ്പ് രാജ്യങ്ങൾ മുഴുവൻ പരന്നു കിടക്കുന്നത്. അത് തർസീസ് പറഞ്ഞ ഇംഗ്ലീഷുകാരാണ്, ബ്രിട്ടൻ. ഗോമർ എന്ന് പറയുന്ന അവരിൽ നിന്നാണ് ആദ്യത്തെ സംസ്കാരം തന്നെ ഉണ്ടായത് കേട്ടോ. ഗോമർ എന്ന് പറയുന്നത് ഒരു വിഭാഗം മാത്രമല്ല. വായിച്ച 10-ാം അധ്യായത്തിൽ വായിച്ച് യാഫത്തിൻ്റെ പുത്രന്മാർ 2-ാം വാക്യം വായിച്ച്. ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് വീണ്ടും ഫോൺ ചെയ്തിങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അവർക്കൂടെ വേണ്ടിയാണ്. അതുകൊണ്ട് കേട്ട് തഴമ്പിച്ചവരും പരിചയിച്ചവരും ഒന്ന് ക്ഷമിക്കുക. വായിക്കാം. നോക്കണം, 1-ാം സ്ഥാനം ഗോമറാണ്. ഈ ഗോമർ ഇവരെല്ലാം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലയോ, പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇവരുടെ എല്ലാം തലമുറയുണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ല. അങ്ങനെ ഈ ടർക്കി രാജ്യം എന്ന് പറയുന്ന അവിടേക്കാണ് ആദ്യം ഇവർ പരന്നത്. അപ്പോൾ ഈ പല വിഭാഗത്തിൽപ്പെട്ടവരും അതിനകത്തുണ്ട്. ഗോമർ, അപ്പോൾ ടർക്കി, സിറിയ ഇങ്ങനെ കഴിഞ്ഞ് അവരാണ് ഈ ഇറാഖിൻ്റെ ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ വന്ന് ആദ്യത്തെ സംസ്കാരം ഉണ്ടാക്കിയത് ഈ യാഫത്തിൻ്റെ പുത്രന്മാരാണ്. അതിൽ ഗോമറാണ് പ്രധാനം. ആ ഗോമർ അതാണ് സുമേരിയൻസ്. കേട്ടില്ലേ, ചരിത്രം പഠിക്കുമ്പോൾ സുമേരിയൻസിൻ്റെ സംസ്കാരമാണ് ആദ്യമായിട്ട് മെസോപ്പൊത്തോമിയയിൽ നിന്നുണ്ടായത്. അവരിൽ നിന്ന് വന്നൊരു വിഭാഗമാണ് സിന്ധു ഗംഗ നദീതീരത്തിൽ ആ കാലഘട്ടങ്ങളോട് തന്നെ ചേർന്നൊരു സംസ്കാരം ഇന്ത്യയ്ക്കുണ്ട്. അതോ ഇന്ത്യക്കാർ പറയുന്നത് ഞങ്ങളുടെ സംസ്കാരമാണ് ആദ്യം ഒന്ന്. ഏതായാലും മനുഷ്യൻ്റെ ഉൽപ്പത്തി ഇവിടെ നിന്നല്ല തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ സംസ്കാരം. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ തന്നെ അവർ യാത്ര ചെയ്ത്, ചിലർ നമ്മൾ പറയുന്നത്, ചിലർ വളരെ ഫാസ്റ്റായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇത് ഭൂമിയുടെ എല്ലായിടും പോകണ്ടേ. അപ്പോൾ സിന്ധു സംസ്കാരം അല്ലെങ്കിൽ ആ അന്നത്തെ നാഗരികതകളെല്ലാം ഈ നദിയുടെ തീരത്തായിരുന്നു. എന്താ കാരണം? നദി വെള്ളമുണ്ട്, അത്യാവശ്യം മീൻ കിട്ടും, വെള്ളം കിട്ടും, കൃഷി ചെയ്യും. അപ്പോൾ കൃഷിയാണ് ആദ്യത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലായിരുന്നത്. രണ്ടാമത് കൃഷിയിൽ നിന്ന് ആടുകളെ കന്നുകാലികളെ വളർത്താം. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. എന്തൊക്കെ? കൃഷി ചെയ്യുക, കന്നുകാലി, ഗോപാലൻ എന്ന് കേട്ടില്ലയോ? ഗോക്കളെ പാലിക്കുന്നത്. ഹിന്ദുക്കളുടെ ചില പ്രത്യേക ആളുകൾ പോലും ഗോക്കളെ മേച്ച ചരിത്രമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വരുന്ന ചരിത്രങ്ങളിൽ ചില ബന്ധങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൽക്കിയെക്കുറിച്ച് പറഞ്ഞില്ലേ. അപ്പോൾ ഈ പറഞ്ഞ മനുഷ്യരിതിങ്ങനെ വാമൊഴിയായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ചില മതങ്ങളിലൊക്കെ ചില സാമ്യങ്ങൾ ചിലത് കാണുന്നുണ്ട്. ഇപ്പോൾ കൽക്കി അവതാരങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു വരുമ്പോൾ ആ കാലങ്ങളിൽ കലിയുഗ കാലത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ ചില നല്ല കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് തെറ്റാന്ന് പറയാൻ നോക്കുമോ? എവിടെയും നല്ല കാര്യങ്ങൾ നല്ല തന്നെയാണ്. അതിൽ അർജുനനും യുധിഷ്ഠിരും എല്ലാം കൂടെ പോയി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കലിയുഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പറഞ്ഞു, അതിനകത്ത് പറഞ്ഞത് അവർ അമ്പ ചെയ്ത് വിട്ട് 4 സ്ഥലത്തേക്ക് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നോക്കുന്ന സ്ഥലത്തിൽ ഒരാൾ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പോയ സ്ഥലത്തിൽ അസാധാരണമായൊരു കാഴ്ച കണ്ടു. ഒരു ആനയ്ക്ക് 2 തുമ്പിക്കയുണ്ടായിരുന്നു. 2 തുമ്പിക്കയുള്ള ആനയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ 2 തുമ്പിക്ക? ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഈ കലിയുഗ കാലത്തിൽ മനുഷ്യന് 2 വായുണ്ടാകും. കാരണം കാര്യസാധ്യത്തിന് വേണ്ടി പൊയ് വായുകൾ
അഡീഷണലായിട്ട് ഒരു വായൂടെ കാണും. കാരണം കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയണോ വഞ്ചന പറയണോ, അതാണ് ഈ രണ്ട്. അപ്പോൾ എത്രയോ കാലത്ത് മുമ്പ് എഴുതിയിരിക്കുന്നൊരു സത്യമല്ലേ, തെറ്റെന്ന് പറയാൻ ഒക്കുമോ? അർജുനൻ പോയിട്ട് വന്നപ്പോൾ ചോദിച്ചു, നീ എന്താ കണ്ടത്? ഞാൻ കണ്ടത് ഒരു പശു തൻ്റെ കുഞ്ഞിനെ നക്കി 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 നക്കിക്കൊണ്ടേയിരിക്കുക. സ്നേഹം കൂടിയിട്ട് ഒരുപാട് നക്കൽ കൂടിയപ്പോൾ കണ്ടു നിന്ന മനുഷ്യർക്ക് മനസ്സിലായി ഇത് ആവശ്യമില്ലാത്ത നക്കലാണ്. അവർ പോയി ആ പശുക്കുട്ടിയെ എടുത്ത് മാറ്റിയപ്പോൾ പശുക്കുട്ടി ചാകാറായി. കാരണം ഇതിനൊരു പരുവത്തിൽ കൂടുതൽ നക്കാൻ തുടങ്ങിയാൽ അതിന് താങ്ങാൻ ഒക്കുമോ? അപ്പോൾ ഇതെന്താണ് ചോദിച്ചപ്പോൾ, അന്ത്യകാലത്തിൽ ഈ മാതാപിതാക്കന്മാർക്ക് മക്കളോട് അധികമായി വാത്സല്യം കൂടും. വാത്സല്യം കൂടിയിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കത്തില്ല, അവരെ കൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തില്ല. പിന്നെ ടെലിവിഷനിലെ കാർട്ടൂൺ ഇട്ട് കൊടുത്ത് ബേക്കറി സാധനം കൊടുത്ത് അവർ ചോദിക്കുന്നതെല്ലാം കൊടുത്ത് അവരെ നശിപ്പിക്കുകയാണ്. അതാണ് ഈ നക്കൽ. അത് നമുക്കറിയാം, ഒന്നുകിൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും. അപ്പം മക്കളോട് അധികം വാത്സല്യം കാണിക്കരുത്. വാത്സല്യം വേണം, പക്ഷെ കാണിക്കരുത്. അവരെ ചെറുപ്പത്തിൽ തന്നെ നല്ല ജോലിയൊക്കെ ചെയ്യിച്ച്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ഏതാ നമ്മുടെ അച്ചായൻ മോളെ ഇതിനകത്ത് മുക്കിയെടുത്ത പോലെ, ചാണകക്കുഴി മുക്കിയ പോലെ, എങ്കിലേ ആ പിള്ളേർക്ക് പ്രതിരോധം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ നക്കി 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 ഇതിൻ്റെ പ്രതിരോധ ശക്തി ഇല്ലാതാകുക. ആദ്യം നക്കണം, പക്ഷേ ഒരു സമയത്ത് കൂടുതൽ നക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് മക്കൾക്ക് അധികം വാത്സല്യം കൊടുക്കരുത്. വിശ്വാസികൾക്കും വേലക്കാരായ ഞങ്ങൾക്ക് നടത്തിപ്പുകാരധികം വാത്സല്യം കൊടുത്താൽ നമ്മൾ വളരേണ്ട വിധത്തിൽ വളരത്തില്ല. പ്രതിരോധങ്ങളിൽ കൂടെ വളരണം. പത്തനംതിട്ടയിൽ ഒരു സെൻട്രൽ പാസ്റ്റർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അവിടെ പുതിയൊരു ഫെയ്ത്ത് ഹോം വയ്ക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു കുഴി, താഴ്ചയിലൊരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിൽ കൊണ്ടൊരു വാഴയുടെ മാണം കൊണ്ടിട്ടു. എന്നിട്ട് മണ്ണും വിട്ട് മൂടിക്കളഞ്ഞു. എന്തിനാ? അതിൻ്റെ ഉപദ്രവം കളയാൻ വേണ്ടി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അത് കിളുത്ത് വന്നു. കിളുത്ത് വന്നു കഴിഞ്ഞപ്പം ഇതിനെ വേണ്ടാന്ന് വെച്ച് കളഞ്ഞല്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി അതിനെ ചവിട്ടി അതിൻ്റെ നാമ്പെല്ലാം ഉടച്ച് കളഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും കയറി വന്നു. 2 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നാൽ പിന്നെ കിടക്കട്ടെ, എന്താവുമെന്ന് അറിയാമെന്ന് ചോദിച്ചു. പിൽക്കാലത്ത് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ഒരു കൊല. അതുകൊണ്ട് വാഴവെത്ത് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മണ്ട ശരിക്കായിട്ട് ചവിട്ടി ചളുക്കിയിട്ടേ വെക്കാവുള്ള നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ചളക്ക് കൂടുതൽ, ചവിട്ട് കൂടുതൽ ഉള്ളുന്തോറും എന്ത് ചെയ്യും? പ്രതിരോധ ശക്തി കൂടും. ആ പ്രതിരോധ ശക്തി എന്നാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് പ്രതിരോധ ശക്തി ഇല്ല. അവർ വേണ്ടാത്തെല്ലാം പഠിക്കുകയും ബാഗും തൂക്കിക്കൊണ്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് അവസാനം തലയ്ക്ക് മയക്കുമരുന്ന് അടിച്ചു പോയി അനേകർ നശിക്കുകയും. അപ്പം അതിൻ്റെ കാരണം ഇതാണ്. അപ്പം അന്നേ മതങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്നേഹം ഒരുപാട് കൊടുക്കരുത് മക്കൾക്ക്. അങ്ങനെ കൊടുത്താൽ അവരുടെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടും, അവരില്ലാതായിത്തീരും. അപ്പോൾ ഇങ്ങനെ എല്ലാ വേദങ്ങളിലും ചില നല്ല കാര്യങ്ങളുണ്ട്. അതിലെടുക്കുന്നതിന് തന്നെ തെറ്റേ. നമ്മളത് മാത്രം എടുക്കാവുന്നുള്ളൂ. നമ്മൾ മാത്രമാണെങ്കിൽ ഈ ദാവീദൊക്കെ നമ്മുടെ തന്നെ ഉപ്പാപ്പന വല്ലതുമാണ്, ഒന്നുമല്ലല്ലോ. അവർ യഹൂദ നമ്മുടെ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച പാർട്ടികളാണ്. കർത്താവായ യേശു ക്രിസ്തു കാഫറാണെന്നും കള്ളനാണെന്നും അവനെ ക്രൂശിച്ചവനാണെന്നാണ് യഹൂദൻ പറയുന്നത്. എന്നാൽ ഇസ്ലാമികൾ അതല്ല, അവരുടെ നബിയാണ്, പ്രവാചകനാണെന്ന് അവർ പറയുന്നു. അപ്പോൾ ആ കാര്യത്തിൽ തമ്മിൽ ഭേദം ആരാ? ആ കാര്യത്തിൽ, മറ്റു കാര്യത്തിലല്ല, ആ കാര്യത്തിൽ. അപ്പം നമ്മളാരും യഹൂദനും ഇസ്ലാമൊന്നും വ്യത്യാസം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഒരു നല്ല ജീവിതം ചെയ്യാനുള്ള വഴി ഒരു മാതൃക ക്രിസ്തു കാണിച്ചു തന്നിട്ടുണ്ട്. അത് പ്രകാരം ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല യേശു 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 എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ പറയുന്നില്ല. യേശുവിന് ഇഷ്ടമല്ലല്ലോ. എന്നെ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്വനായ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കോണം. അല്ലാതെ വാഗോട്ട് കുറെ പോലിച്ചൊരു കാര്യമില്ല. അപ്പോൾ ഈ സുമേരിയൻസ് എന്ന് പറയുന്നത്, ഈ ഗോമർ, അവരിൽ നിന്നാണ് ഈ സുമേരിയൻസ് എന്ന വർഗ്ഗം ആദ്യം ഉണ്ടായത്. ആ കൂട്ടത്തിൽ ഇവരുടെ ജാതികളെല്ലാം ഉണ്ട്. താഴോട്ട് നമ്മൾ വായിക്കും, 4-ാം വാക്യം വായിച്ച് ഉൽപ്പത്തി പുസ്തകം 10:4. അവിടെ വീണ്ടും തലമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യാവാന്റെ പുത്രന്മാർ എലീസ, തർശീശ്. നോക്കണം, യാവാൻ എന്ന് പറയുന്നത് യാഫാത്തിൻ്റെ പുത്രനാണ്. അതിലൊന്നാണ് യാവാൻ. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരു ഭാഗം ഈ മംഗോളിയൻസ് ആയിട്ട് മാറി എന്നാണ് ഒരു ചരിത്രം പറയുന്നത്. പക്ഷെ മറ്റേ ഭാഗം ഇങ്ങോട്ട് കയറി വന്നു. അതൊക്കെ വായിച്ചേ. യാവാന്റെ പുത്രന്മാർ എലീസ, തർശീശ്, എലീസ ദ്വീപ്. അപ്പോൾ തർശീസ് എന്ന് പറയുന്നത് ബ്രിട്ടനായിട്ട് ഇംഗ്ലീഷുകാരാണ് അതെടുത്തത്. അപ്പോൾ അവർ ദ്വീപുകളിൽ പോയി താമസിച്ചതാണ്. ആ തർശീസിൻ്റെ വർത്തകന്മാർ എസെക്കിയേൽ 38-ാം അധ്യായത്തിൽ ആ തർശീസിന് വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷുകാരും അവരോട് ചേർന്ന് അമേരിക്കൻ, ഓസ്ട്രേലിയ, കാനഡ, ഇതെല്ലാം അതിൻ്റെ ബാലസിംബിളായിട്ട് കാണുന്നുണ്ട്. ഈ താട്ട് വായിച്ച് തർശീസ്, കിത്തീം കപ്പലുകൾ. ശലോമോൻ്റെ കാലത്തിൽ കിത്തീം കപ്പലുകൾ ഇന്ത്യയിൽ വരെ വരുമെന്ന് പറഞ്ഞു.
കിത്തിയും കപ്പലുകൾ ഇന്ത്യയിൽ വന്ന് മയിലും ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ കൊണ്ടുപോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ശലോമോൻ്റെ കാലത്തിൽ. അതിനു മുമ്പ് നമുക്ക് സോർ രാജാവിൻ്റെ കാലം, സോറിനെ പറ്റി പറയുന്നുണ്ടല്ലോ ഇവിടെ. യെശയ്യാ 27-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 22-ാം വാക്യം വരെ വായിക്കുമ്പോൾ ഈ രാജ്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഏലാമ്യർ എന്ന് പറയുന്ന പേർഷ്യരെ, പിന്നീട് അവർ പേര് മാറി പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് വന്നപ്പോൾ പേർഷ്യക്കാരെന്നറിയാൻ തുടങ്ങി. വായിച്ചേ 27-10 യെശയ്യാ പ്രവചനം. എസെക്കിയേൽ 27-10 വാക്യം. അതാണോ പാർസികളും? അതേതാ വാക്യമാണ്? എസെക്കിയേലാണോ? എസെക്കിയേൽ 27-10 മുതൽ താഴോട്ട് 22-ാം വാക്യം വരെ വരുമ്പോൾ ഈ പറഞ്ഞ കക്ഷികളുടെ പേരെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും തലമുറകൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വായിക്കാം. പാർസികൾ എന്ന് പറഞ്ഞാൽ ആരാ? പേർഷ്യൻ. ലൂഥ്യ എന്ന് ലിദിയ ദേശമുണ്ട്, ലിഡിയ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. രണ്ടാമത് പൂത്യര്, ലിബിയ. അടുത്ത് യോദ്ധാക്കളായി നിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു, അവർ പരിചയം തലക്കോരിയും. താഴോട്ട് വായിക്കുമ്പോൾ ഈ പാർട്ടികളെല്ലാം ഉണ്ട്. രമ, നമ്മുടെ നാട്ടിലെ പേര് ഇഷ്ടം പോലെ ഉണ്ടല്ലേ, പ്രത്യേകിച്ച് നായർ ഹിന്ദുക്കൾക്കൊക്കെ രമയെന്ന് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഗോത്രത്തിൽപ്പെട്ടതാണ്. അവരിൽ നിന്നാണ് ശെബയും ദേദാനും. 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ രമയുടെ സന്തതികളാണ് ശെബയും ദേദാനും. അത് സൗദി അറേബ്യയും അതിനോട് ചേർന്ന് മറ്റൊരു രാജ്യം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ട് പഠിച്ചൊരു സമയം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വംശങ്ങളെല്ലാം തന്നെ നോഹയുടെ 3 പുത്രന്മാരിൽ തന്നെ ഉണ്ടായതാണ്. മറ്റത് ശേം, അതിൽ നിന്നാണല്ലോ അബ്രഹാമിൻ്റെ നാഹോറും തേഹാരും എല്ലാം വന്ന് തേരഹും അതോടെ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു വംശത്തിൽ നിന്നാണ് ഇത് പരന്നു വന്നുള്ള സത്യമാണ്. ഇതിനപ്പുറത്ത് ഒരു മനുഷ്യർക്കും ഒന്നും സ്ഥാപിക്കാൻ ഒക്കത്തില്ല. പിന്നെ കുറേ എണ്ണമെല്ലാം കയറി ഇങ്ങനെ ദൈവമില്ല കുരങ്ങുന്നുണ്ടായതാണ്. അതുകൊണ്ടാണ് അവൻ്റെ പറഞ്ഞ് അവനിപ്പോൾ കുരങ്ങനെ പോലെ ആയിത്തീരുകയല്ലോ. അതുപോട്ടെ. അപ്പോൾ ദൈവം മനുഷ്യരെ ശിക്ഷിച്ചു കൃത്യമായിട്ടുള്ള തെളിവ് അറിവുകളും എല്ലാം വേദവസ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഒരു 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാകാൻ പോവുകയാണ്. അതാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾ തരം തിരിഞ്ഞ് വരാൻ പോവുകയാണ്. അതിലൊന്നെന്താ? എസെക്കിയേൽ 32-ാം അധ്യായം നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഈ ഗോഗ് മാഗോഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 10-ാം അധ്യായത്തിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. 10-ാം അധ്യായം നിങ്ങൾ ശരിക്കൊന്ന് പഠിച്ചാൽ മതി. ആ 10-ാം അധ്യായത്തിൻ്റെ ആ പേരുകളെല്ലാം വെച്ച് നിങ്ങൾ വേണമെങ്കിൽ നെറ്റിലൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ പൂർവികമായ കാര്യങ്ങൾ പലതും അതിനകത്തുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് റഷ്യയും ഇറാനും ഈ പറഞ്ഞ പൂത്യരും ഇവരെല്ലാവരും ചേർന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വരും. കാരണം ഇസ്രായേൽ അവർക്ക് പിടിക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ടാണ് ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല. പണ്ട് ഈജിപ്തുകാർ 1967 നാസർ ഇസ്രായേലിനെ തകർക്കുമെന്ന് പറഞ്ഞു വന്നു, ഇപ്പോൾ ഇല്ല. അവർ മര്യാദ പഠിച്ചു. അങ്ങനെ വന്ന് ഓരോ രാജ്യങ്ങളും, യോർദാനായാലും ശരി, സിറിയ ആയാലും ശരി, ഇപ്പോൾ ഇറാൻ അവസാന ഘട്ടത്തിൽ എന്തായാലും നമുക്കറിയത്തില്ല. അങ്ങനെ നിൽക്കട്ടെ. ഇനി ചിലപ്പോൾ അടുത്തത് തോഗർമാഗ്രഹം അല്ലെങ്കിൽ തുർക്കിയോട് ചിലപ്പോൾ ഒരു അറ്റാക്ക് കാണും. അവിടെ കുറേ തീവ്രവാദം, ഞാൻ പറഞ്ഞല്ലോ എസെക്കിയേൽ പ്രവചനം 32-ാം അധ്യായത്തിൽ ഈ രാജ്യങ്ങളെല്ലാം തീവ്രവാദ ശക്തികൾ സാത്താൻ പെരുകി ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് മുമ്പ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ യുദ്ധം എന്തു ചെയ്യും? യെരുശലേമിനോട് അടുത്ത് വരും. യെരുശലേമിനോട് അടുത്ത് വരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൽ 1 മുതൽ വായിച്ചേ. അത് നല്ല വായിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോ വാക്യത്തിലും എഴുതിയിട്ടുണ്ട്. വായിച്ചേ 14-1 മുതൽ. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തേക്ക് ഇസ്രായേലിനെ വിട്ടുകൊടുക്കുന്നുണ്ട് ദൈവം. ഇനി സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ചിലർ പറഞ്ഞു ഇസ്രായേൽ ആർക്കും ഒന്നും സംഭവിക്കുകയില്ല. അല്ല, ഇസ്രായേൽ വലിയ അഴിവ് വരാൻ പോവുകയാണ്, വലിയ നാശമുണ്ടാകും. കാരണം അവിടെ പല തിന്മകൾ ഒരുപാട് പെരുകുന്നുണ്ട് ആ ദേശത്ത്. അവിടെ ഈ പറഞ്ഞ പോലെ വിഗ്രഹാരാധികളും അതുപോലെ ഹോമോസെക്സ്വാലിറ്റികളും അങ്ങനെ ദൈവത്തിന് ഹിതമില്ലാത്ത ഒരുപാട് കാര്യങ്ങളോട് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ രാജ്യത്തെ ശുദ്ധീകരിക്കാൻ ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതിലൊന്നാണ് അവരെ വടക്ക് ദേശത്തുനിന്ന് കൊണ്ടുവരും. തന്നെയല്ല, ഈ യുദ്ധപ്രിയന്മാരെല്ലാം ഇസ്രായേലിൽ യഹോശാഫാത്ത് താഴ്വര അല്ലെങ്കിൽ മെഗീദോ താഴ്വരയിൽ അല്ലെങ്കിൽ ഹർമദോൻ യുദ്ധത്തോടു കൂടി ഇതെല്ലാം അവസാനിക്കുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറേ ഭാഗം കണ്ടു. വായിക്കാം, അതോട്ട് വായിക്കാം. ഞാൻ സകല ജാതികളെ യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. അതാണ് എസെക്കിയേൽ 38-ലും 39-ലും കാണുന്നത്. അങ്ങനെ സകല ജാതികളും യെരുശലേമിലേക്ക് കൂടി വരുമ്പോൾ
ആ യുദ്ധം മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ ആരംഭിക്കും, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ ഇത് വലിയ എല്ലാത്തിൻ്റെയും അനുഭവം വല്ല ഇരിക്കുന്നത് വെച്ച് താങ്ങിയാൽ പിന്നെ ലോകമില്ലാതെ വരും, ദൈവത്തിൻ്റെ പദ്ധതി നടക്കാതെ വരും. അവിടെ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ആ സ്ഥലത്ത് വന്ന് അവർ യെരുശലേം പിടിക്കും. യെരുശലേമിനെ പിടിക്കുമെന്ന് താഴെ എഴുതിയിട്ടുണ്ട്, വായിക്കാം. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും. അപ്പം ഇങ്ങനെ ഒരു അനുഭവം ഇസ്രായേലിലുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേലിൽ നിന്ന് നല്ല ശതമാനം ആളുകൾ ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടില്ല, സൈപ്രസ് ദ്വീപ് എന്ന് പറയുന്നത് പൗലോസിൻ്റെ ബർണബാസിൻ്റെ മിഷണറി സ്ഥലമാണ്. പൗലോസും ബർണബാസും സൈപ്രസിൽ പോയി സുവിശേഷം അറിയിച്ച അനേക ആത്മാക്കളുണ്ട്. ഏകദേശം 90% എനിക്ക് തോന്നുന്നു ഓർത്തഡോക്സ് ക്രിസ്ത്യൻസാണ്. പാരമ്പര്യ ക്രിസ്തീയ സമൂഹങ്ങളാണ് സൈപ്രസിൽ. 5% RC-കാരുമുണ്ട്, 2% ഈ പറഞ്ഞ മുസ്ലിംസുമൊക്കെ ഉണ്ട്. ഇപ്പോൾ സൈപ്രസിലേക്ക് ഇപ്പോൾ 12,000 ഇസ്രായേൽ കുടുംബങ്ങളാണ്, ഇസ്രായേൽ മനുഷ്യരാണ് ഇവിടെ പ്രവേശിക്കുന്നതാണ് പറയുന്നത്. പോയി സ്ഥലം വാങ്ങിക്കുക, താമസിക്കുക. എന്താ കാരണം? ഇവർക്കറിയാം യെരുശലേമിന് വലിയ യുദ്ധമുണ്ടാകും, വലിയ സംഹാരമുണ്ടാകും, നാശമുണ്ടാകും. ഇത് മുസ്ലിങ്ങളും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എതിർ ക്രിസ്തു വരുമ്പോൾ ഇസ്ലാമിനെതിരായിട്ടും, എന്നാലും അവരുടെ ചില വിശ്വാസങ്ങൾ, സത്യങ്ങളുണ്ട്. അവരും ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ഇസ്ലാം യഥാർത്ഥ വിശ്വാസികൾ ഒരുപാട് സഫർ ചെയ്യുമെന്നും മക്ക ആദ്യമായിട്ട് എതിർ ക്രിസ്തു പിടിക്കുമെന്നും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് നബി ഓടിയതുപോലെ മദീനയിലേക്ക് ആൾക്കാർ ഓടിപ്പോകുമെന്നൊക്കെ ഇപ്പോഴും അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവർ യെരുശലേം പിടിക്കും. വായിക്കാം. നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് യെരുശലേം നഗരത്തിൻ്റെ പാതി വീണ്ടും പ്രവാസത്തിൽ പോകും. പാലസ്തീന് കൊടുക്കാൻ ഒരു ഇത് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ ഒരു രീതിയിൽ ആ യുദ്ധം കൊടുമ്പരി കൊള്ളാതിരിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ഒരാൾ മുന്നോട്ട് വരുന്നത്. അതാണ് ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം നമ്മൾ കണ്ടു. ഉഗ്രഭാവവും ഉപായബുദ്ധിയും നയബുദ്ധിയും ഉള്ളതായ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് എഴുന്നേൽക്കാൻ പോവുകയാണ്. വായിച്ചു ദാനിയേൽ 8:23 മുതൽ വായിച്ചു. ഉഗ്രഭാവവും ഉപായബുദ്ധിയും 25 വായിക്കുമ്പോൾ നയബുദ്ധിയുള്ളതായ ഒരു മനുഷ്യൻ. അപ്പോൾ പിന്നെ ചോദിക്കണോ? വായിക്കാം. ഉഗ്രഭാവവും 8:23 അല്ലേ? ഉഗ്രഭാവവും ഉപായബുദ്ധിയും. കാരണം മനുഷ്യൻ ഇന്ന് സാമ്പത്തികമായിട്ട് നോട്ട്, നിങ്ങൾക്കറിയാമല്ലോ, 500 നോട്ടിനൊന്നും ഒരു കുറവുമില്ല, എല്ലാവരുടെയും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതിന് വിലയില്ലാതെ വന്നിരിക്കുകയാണ്. കാരണം മൂല്യമില്ല. അങ്ങനെ സാമ്പത്തികമായിട്ട് ഇക്കണോമിക്കൽ ക്രൈസിസ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഒരു ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ തന്തുലിതാവസ്ഥ, ഈക്വാലിറ്റി അത് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ലോകം തകർന്നുകൊണ്ടിരിക്കുന്നൊരു സമയത്തിൽ ഒരു രക്ഷകനായിട്ട് മുന്നോട്ട് വരുന്നവനാണ് ഈ ആൻറ്റിക്രൈസ്റ്റ്. ആൻറ്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന ലോക നേതാവ് മുന്നോട്ട് വരും. അവൻ്റെ ക്യാരക്ടർ എന്തൊക്കെയാണ്? ഉഗ്രഭാവം, പിന്നെ ഭീഷണിപ്പെടുത്തേണ്ടത് ഭീഷണിപ്പെടുന്നു, കൊല്ലേണ്ടത് കൊല്ലും, ഉപായം പറയേണ്ടത് ഉപായം പറയും, നയബുദ്ധി എടുക്കണം നയബുദ്ധി എടുക്കും. അപ്പോൾ അവൻ സാധാരണക്കാരനല്ല. വായിച്ച് ഉഗ്രഭാവവും ഉപായബുദ്ധിയും. എഴുന്നേൽക്കും, വലുതായിരിക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. 25-ാം വാക്യം വായിച്ച്. 25 നയബുദ്ധിയാൽ. അപ്പോൾ ലോകം മുഴുവൻ കീഴടക്കും, ഇസ്ലാമിനെ കൈക്കലാക്കും. രണ്ടാമത് യഹൂദനെ അവൻ കൈക്കലാക്കും. ഇപ്പോൾ ഈ രണ്ട് മതങ്ങൾ കൈക്കലാക്കി പ്രശ്നം തീർന്നില്ലേ? ലോകത്തിലെ ഏറ്റവും ശക്തമായ 2 മതം അതിനെ കയ്യിലെടുക്കും. അവൻ്റെ വരവിനെക്കുറിച്ചാണ് നമ്മൾ വെളിപ്പാട് 13-ാം അധ്യായത്തിൽ കാണുന്നൊരു മൃഗം. ലോക സാമ്രാജ്യങ്ങളെല്ലാം കൂടെ ഒരു ഇതായിട്ട് മുന്നോട്ട് വരും. 13-ാം അധ്യായം. ആ 13-ാം അധ്യായത്തിൽ കാണുന്ന വരവ് തന്നെയാണ് വെളിപ്പാട് 6-ാം അധ്യായത്തിന് 2-ാം വാക്യം വായിച്ച്. വെളിപ്പാട് 6:2. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. നോക്കണം, വെള്ളക്കുതിര. അപ്പോൾ കലിയുഗ പണ്ഡിതന്മാർ പറയുന്നത് എന്താ? കൽക്കി വരുന്നത് വെള്ളക്കുതിരയിലാണെന്നാണ്. അപ്പോൾ ഇതെല്ലാം ഈ മതങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് വന്നപ്പോൾ അവർക്കെല്ലാം കിട്ടിയത് അവരുടേതായ കൾച്ചർ അനുസരിച്ച് ഓരോന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സംഗതി സത്യങ്ങൾ ചിലതെല്ലാം ഒന്ന് തന്നെയാണ്. ഇസ്ലാം പറയുന്നത് എന്താ? തങ്ങളെ രക്ഷിക്കാൻ ഇമാം മഹദി വരും, അത് വെള്ളക്കുതിരയിലാണെന്നാണ്.
ആ വെള്ളക്കുതിര എന്ന് കണ്ടുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ വെളിപ്പാട് 6-ാം അധ്യായത്തിലെ വെള്ളക്കുതിരയും 19-ാം അധ്യായത്തിലെ വെള്ളക്കുതിരയും ഇസ്ലാം ഒന്നായിട്ടാണ് ചിലർ പഠിപ്പിക്കുന്നത്. ഷിയ മുസ്ലിങ്ങളെക്കാൾ സുന്നി മുസ്ലിങ്ങൾ അത് കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഈ രണ്ട് കുതിരയും രണ്ടും രണ്ടാണ്. കാരണം യോഹന്നാന് കൊടുത്ത വെളിപ്പാടാണ്. പിന്നെ കോപ്പി എഴുതാൻ പോകുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. കോപ്പി എഴുതിയെടുക്കുമ്പോൾ അത് തെറ്റിപ്പോകുന്ന പോലെയാണ്. ഇത് രണ്ടും രണ്ട് അനുഭവമാണ്. വെളിപ്പാട് 6-ാം അധ്യായത്തിൽ കാണുന്ന വെള്ളക്കുതിര ലോക നേതാവായിട്ട് വരുന്ന എതിർ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. വായിച്ച്. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവൻ ഒരു കിരീടവും ലഭിച്ചു. നോക്കണം, വില്ലതെ കാണിക്കുന്നു. സമാധാന ഉടമ്പടിയാണ്. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കത്തിന് ശേഷം ദൈവം ആകാശത്തിൽ വില്ല് കാണിച്ചു, എന്നിട്ട് ജനങ്ങളോട് നിയമം ചെയ്തു, ഇനി വെള്ളത്താൽ നിങ്ങൾ നശിപ്പിക്കുകയില്ല. അപ്പോൾ ലോകത്തോടൊരു നിയമം ചെയ്തു വരുന്ന ലോകരക്ഷിതാവായ എതിർ ക്രിസ്തുവിനെയാണ് ഈ പറഞ്ഞ വില്ലോടുകൂടി വരുന്നത്. കാരണം അമ്പില്ല. അപ്പോൾ സമാധാനം എന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് അപ്പോൾ സമാധാനമല്ല ഇനി ആവശ്യം. അതിനൊരു പുതിയ അജണ്ടയായിട്ട് അവൻ മുന്നോട്ട് വരും. അപ്പോൾ അവർ അംഗീകരിക്കും. അതാണ് വെള്ളക്കുതിരപ്പുറത്ത് വില്ലില്ല, അല്ല അമ്പില്ല, വില്ലുണ്ട്. പിന്നെ അവനൊരു കിരീടവും ലഭിച്ചു. ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. പക്ഷെ അത് സ്റ്റാർട്ടിങ് ആരംഭിച്ചെങ്കിലും പിന്നീട് നോക്കുമ്പോൾ ആകെ അപകടത്തിലാണ്. എന്താ കാരണം? അടുത്ത കുതിരയുടെ കളർ മാറി. കുതിര ഒന്ന് തന്നെയാണ്, പക്ഷെ കളർ മാറി. 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അത് ചുവപ്പ് കുതിര, 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മഞ്ഞ, അടുത്ത വാക്യമായി 8-ാം വാക്യം വായിക്കുമ്പോൾ അത് പച്ചയും മഞ്ഞയും കളർന്നൊരു കുതിരയുടെ ഷേപ്പിലേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് അവൻ സാമ്രാജ്യം ശക്തിപ്പെട്ടു. അപ്പോൾ എതിർ ക്രിസ്തു തൻ്റെ സാമ്രാജ്യത്തെ സ്ഥാപിച്ചുകൊണ്ട് പോകുന്ന സമയത്തിൽ ഇവൻ ആരംഭം തന്നെ നിയമം ചെയ്യും. ആരോടെ? റഷ്യയും ഇസ്രായേലും അറബികളും എല്ലാം തമ്മിൽ ഒരു ഐക്യത ഉണ്ടാക്കി, ഇനി യുദ്ധം വേണ്ട, നിങ്ങളുടെ ആലയം പണിയാം. യഹൂദൻ ആലയമല്ല ഏറ്റവും വലിയ വിഷയം. അങ്ങനെ യഹൂദൻ്റെ ആലയം പണിയാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കും. മുസ്ലിങ്ങളുടെ താല്പര്യങ്ങളത്തോടെ അവൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എല്ലാവരും ഏകീകരിച്ച് ലോകത്തിലൊരു നേതാവ് വരാൻ പോവുകയാണ്. അവനാണ് എതിർ ക്രിസ്തു. അത് വെളിപ്പാട് ദിവസം 13-ാം അധ്യായം, ദാനിയേൽ 8-ാം അധ്യായം, ദാനിയേൽ 11-ാം അധ്യായത്തിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്ന് മുന്നോട്ട് വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? പതുക്കെ ഓരോ രാജ്യങ്ങൾ കീഴ്പ്പെടുത്താൻ തുടങ്ങും. ദാനിയേൽ 11:24 വായിച്ച്. ദാനിയേൽ 11:24 അവിടെ വായിക്കുമ്പോൾ അവൻ പുഷ്ടിയുള്ള ദേശം കൈവശമാക്കാൻ തുടങ്ങും. അപ്പം ദേശത്തിൽ ഏറ്റവും പുഷ്ടിയുള്ള ദേശങ്ങൾ നോക്കി, ഇതാണ് ഇസ്ലാം പറയുന്നത്, ഇത് മക്ക അവൻ കൈവശമാക്കും. ഏറ്റവും സമൃദ്ധിയുള്ള സൗദി അറേബ്യയിലെ മക്ക അവൻ കൈവശമാക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ രണ്ടാമത് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ മനോഹര ദേശത്തേക്ക് കൈ നിർത്തും. 45-ാം വാക്യം വായിച്ച്. 11:24, 11:45. അവൻ സമാധാനത കാലത്ത് തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തന്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് ചെയ്യും. 44-45 വായിച്ച്. എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. പക്ഷെ എല്ലാ രാജ്യങ്ങളും അവന് സമ്മതിക്കും. കിഴക്ക് നിന്നും വടക്ക് നിന്നും ചില രാജ്യങ്ങൾ എതിർ ക്രിസ്തുവിനോട് എതിർത്ത് വയ്ക്കും. അപ്പോൾ കിഴക്കൻ രാജ്യം അതാ ചൈന ഇവൻ്റെ സാമ്രാജ്യത്തിന് സമ്മതിക്കത്തില്ല. വടക്കൻ രാജ്യം അതാ യോർദാനും സിറിയയൊക്കെ ഒരു ഭാഗം, യോർദാൻ ഇവരോട് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് മറ്റൊരു വാക്യത്തിൽ വായിക്കുമ്പോൾ വായിച്ചതായിട്ട് വായിക്കാം. അവൻ കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. പിന്നെ അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയില്ല. ഇതാണ് അവന്റെ അവസാനം. 38-ാം വാക്യം. അതിനു പകരം അവൻ കോട്ടയുടെ ദേവനെ ബഹുമാനിക്കും. അവന്റെ പിതാക്കന്മാർ അറിയാത്ത ഒരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നം കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ടും ബഹുമാനിക്കും. നോക്കണം, ഈ ബിംബത്തെയാണ് ഇസ്രായേലിൻ്റെ ആലയം പണിത് കഴിയുമ്പോൾ അവിടെ കൊണ്ട് വെക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞില്ലയോ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ കാണുമ്പോൾ. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 24-15-16. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. അപ്പോൾ ഇവൻ്റെ പ്രതിമ റോബോട്ടുകളെ വെച്ചുകൊണ്ട് ഇവൻ സംസാരിപ്പിച്ച് ലോകം ഭരിക്കാൻ ശ്രമിക്കും. ഇതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചാൽ, പിന്നീട് ചോദിച്ച് പഠിച്ചാൽ മതി ഓരോരുത്തർ.
അതുതന്നെയാണ് ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരുന്നു, സൈന്യം യെരൂശലേമിനെ വളയുന്നത് കാണുമ്പോൾ. അപ്പോൾ സൈന്യം യെരൂശലേമിലേക്ക് വളരുകയും യെരൂശലേം പിടിക്കപ്പെടുകയും ചെയ്തുള്ള സക്കറിയാവിൻ്റെ വചനം കർത്താവായ യേശു തന്നെ അത് പ്രവചനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വായിച്ചേ. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടുമ്പുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു. നോക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ പ്രതികാരകാലം യെശയ്യാ 61-ാം അധ്യായത്തിൽ കർത്താവായ യെശയ്യാ പ്രവചിക്കുമ്പോൾ പ്രസാദവർഷവും പ്രതികാരകാലമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലൂക്കോസിന് വിശേഷം 4-ാം അധ്യായത്തിൽ യേശു എടുത്തു പറയുമ്പോൾ പ്രതികാരകാലം പറയുന്നില്ല. കാരണം സഭയെ സംബന്ധിച്ചിട്ടുള്ളത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. യഹൂദനെ സംബന്ധിച്ച് ആ പ്രതികാരകാലം അവർക്ക് വരുന്നൊരു കാലം കൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിസ്തു പറഞ്ഞതും പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം സത്യമായി നിറവേറും. അങ്ങനെ സൈന്യം യെരൂശലേമിനെ വളഞ്ഞ് യെരൂശലേമിന് അല്ലെങ്കിൽ എല്ലാം തകർക്കപ്പെടുന്ന സമയത്ത് വരുമ്പോൾ ഈ എതിർ ക്രിസ്തു വരികയും അവൻ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അവിടെയാണ് ആ യുദ്ധം പിന്നെ നീളുകയാണ്. ഈ 3-ാം ലോകയുദ്ധം എന്ന് പറയുന്നത് തന്നെയാണ് ഹർമോദോൻ യുദ്ധം. അങ്ങനെ ഇവൻ്റെ ആരംഭം തന്നെ യുദ്ധമുണ്ടായിട്ട് ഇവൻ 7 വർഷം ഭൂമിയെ ഭരിക്കും. ഈ 7 വർഷവും യുദ്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം കിഴക്കൻ രാജ്യങ്ങൾ അവനോട് എതിർത്ത് പോകും. ഏതോമും ചിലർ ഒഴിഞ്ഞു പോകുന്നില്ലേ? വായിച്ചതിനകത്തുണ്ടല്ലോ, ഏതോമും അവനെ വിട്ടൊഴിഞ്ഞു പോകും. ഏതോമ്യര് 11-ാം അധ്യായം വായിച്ചേ. സക്കറിയ ദാനിയേലിന്റെ 11:41 മുതൽ വായിച്ചേ. ദാനിയേൽ 11:41 മുതൽ താഴോട്ട് വായിക്കാം. അപ്പൊ അവിടെ അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും, 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും. എങ്കിലും നോക്കണം. അപ്പോൾ കിഴക്കൻ രാജ്യങ്ങൾ അവനെ എതിർത്ത് നിൽക്കും. ചൈനയും ഇന്ത്യയും ഒന്നും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യത്തില്ല. അവർ പിന്നീട് 1000 വർഷ ഭരണത്തിന് മുമ്പ് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏദോമും വായിക്കാം, മോവാബും ഈ രാജ്യം ഏതാ? അതാണ് യോർദാൻ. നോക്കണം. ഇപ്പോഴും യോർദാൻ ഇസ്രായേലിന് അനുകൂലമായി നിൽക്കുകയാണ്. അപ്പം മോവാബും അമോന്യരും ഏദോമ്യരും. ഈ ഏദോമ്യർ എന്ന് പറഞ്ഞാൽ ഏശാവിൻ്റെ സന്തതികളാണ്. അപ്പോൾ ഏശാവിൻ്റെ മറ്റേ ലോത്തിൻ്റെ സന്തതികളാണ്. ലോത്തിൻ്റെ സന്തതികളാണ് അമോന്യരും മോവാബ്യരും. പക്ഷേ അവർ യോർദാനിലാണ്, യോർദാൻ നദിക്കക്കരെ കുടിയേറി പാർത്തവരാണ്. പിന്നീട് ഏദോം ഏശാവിൻ്റെ കാലത്ത് വന്നവരും അവനെന്ത് ചെയ്തു? 2 കാര്യം. ഒന്ന്, ഈ കനാന്യരിൽ നിന്ന് 2 സ്ത്രീകളെ കല്യാണം കഴിച്ച് അവരിലൊരു ഭാഗം ഈ പറഞ്ഞ പോലെ ഈ യോർദാനിൽ സെറ്റിലായി. പക്ഷേ ഇസ്മായിലിൻ്റെ വംശത്തിൽപ്പെട്ടൊരു മകളെ കല്യാണം കഴിച്ച് അവർ വീണ്ടും ഈ പറഞ്ഞ സൗദി അറേബ്യയുടെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഈ ഭാഗത്തേക്ക് അവർ നീങ്ങി. അങ്ങനെയാണ് ഏതോ വംശം ഇങ്ങനെ മാറി 2 ഗ്രൂപ്പായിട്ട് മാറി. ഇവരിൽ നിന്നാണ് പിന്നീട് യാത്ര ചെയ്ത് സിറിയ, പിന്നെ യുക്രൈൻ, അതിനുശേഷം റഷ്യയിലും വന്നത്. ഇതാണ് ഇവരുടെ വംശം. അതുകൊണ്ട് ഈ സമയത്തിൽ ഏദോമ്യരും മോവാബ്യരും ഒഴിഞ്ഞു പോകും, അവൻ്റെ പിടി കിട്ടത്തില്ല. പക്ഷേ മറ്റ് അറബി രാജ്യങ്ങളെല്ലാം ഇവരോട് ചേർന്ന് സഖ്യത ചെയ്യുകയോ അല്ലെങ്കിൽ ഇവർ പിടിച്ചെടുക്കുകയും ചെയ്യും. ഇതാണ് ഈ എതിർ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ ഒരു രക്തചുരുക്കം എന്ന് പറയുന്നത്. പക്ഷേ അവൻ നിയമത്തെ കർശനമാക്കും. ആലയമെല്ലാം പണിതു കൊടുത്തു കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ തൻ്റെ നിയമത്തെ കർശനമാക്കുകയും തൻ്റെ വിഗ്രഹത്തെ കൊണ്ട് സ്ഥാപിച്ചു കഴിയുമ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലായി ഇവൻ യഥാർത്ഥ ക്രിസ്തു അല്ല. അപ്പോൾ ഇവർ വിചാരിക്കുന്ന വാഗ്ദത്ത മശീഹയാണ് വന്നിരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ഇവരോട് സംബന്ധം ചെയ്യുന്നത്. ഇസ്ലാം എന്ത് ചെയ്യുന്നു? ഇവൻ ഇമാം മഹദിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ 6-ാം അധ്യായത്തിലെ വെള്ളക്കുതിരയും ഈ പറഞ്ഞ കുതിരയും ഒന്നാണെന്നാണ്. പക്ഷേ 6-ാം അധ്യായത്തിലെ വെള്ളക്കുതിരയെ പറ്റി എവിടെ പറഞ്ഞിരിക്കുന്നത്? അത് സഭയ്ക്ക് തന്ന ദൂതാണ്. അപ്പോൾ സുവിശേഷം അറിയാവുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ 6-ാം അധ്യായത്തിലെ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നവനെ എതിർ ക്രിസ്തുവാണെന്നും 19-ാം അധ്യായത്തിൽ വരുന്ന യേശു ക്രിസ്തുവാണെന്നും. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഇത് 2 ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവനോട് സഖ്യത ചെയ്യും. പക്ഷേ 2 പേർക്കും ഉപദ്രവം ഉണ്ടാകും. ഇസ്ലാമിനും ഉണ്ടാകും, യഹൂദനും ഉണ്ടാകും, 2ാമത്തെ ഉപദ്രവം. പക്ഷേ സഭ അതിന് മുമ്പ് എടുക്കപ്പെടുകയും സഭയിൽ ശേഷം ഒരു കൂട്ടർക്ക് ഉപദ്രവം അത് വേറെ. അത് ആദ്യത്തെ മുദ്രവർഷം. ഇത് 2ാമത്തെ മുദ്രവർഷം ഇസ്ലാമിനും യഹൂദനും ഒരുപോലെ ഉപദ്രവം ഉണ്ടാകുന്ന കാലം വരും. അവൻ നിയമത്തെ തിരിച്ചു കളയും. പക്ഷേ ആത്മീയരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സമയത്താണ്
ഇവർ മലകളിലേക്ക് ഓടിപ്പോകാൻ യേശു പറഞ്ഞു. അന്നാളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മലകളിലേക്ക് ഓടിപ്പോവുക. ശബത്ത് നാളിലോ പിന്നെ വായിക്കാം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്ത് വാക്യം പറ. 24:30. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് വായിക്കാം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കും. അപ്പോൾ ഓടിപ്പോക്കിൻ്റെ ഒരു സമയമുണ്ട്. അതെപ്പോഴാ? ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം മൂത്ത് കഴിയുമ്പോൾ യഹൂദിനെ പിടിപ്പിക്കാൻ തുടങ്ങും. യഹൂദിന് മാത്രമല്ല, അവൻ്റെ നിയമത്തെ അനുസരിക്കാത്തവർക്ക് എല്ലാവർക്കും. ക്രിസ്ത്യാനിക്ക് ആദ്യം ഉണ്ടാകും ആദ്യത്തെ 3.5 വർഷം. രണ്ടാമത്തെ 3.5 വർഷത്തിൽ യഹൂദനും ഉണ്ടാകും, ഒറിജിനൽ ഇസ്ലാമിക വിശ്വാസികൾക്കും ഉണ്ടാകും. മനസ്സിലാവുന്നു? അവരെ അതുകൊണ്ടാണ് അവർ പറയുന്നത് ദജ്ജാൽ ഞങ്ങളെ വന്ന് ഉപദ്രവിക്കും. അപ്പോൾ ഈശാ നബി വന്ന് ഞങ്ങളെ രക്ഷിക്കുന്നവർ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈശാ നബി വരും, രണ്ടാമത് വരും. അതിനുശേഷം ഈശാ നബി കല്യാണം കഴിക്കുമെന്നാണ് പറഞ്ഞത്. ഇതവർക്ക് തെറ്റിയ വേറൊരു തെറ്റാണ്. ആ കല്യാണം ആക്ഷികമായ കല്യാണമല്ല, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ എന്നുള്ളതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാകാതെ ഇതുകൊണ്ടാണ് യേശുക്രിസ്തു രണ്ടാമത് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് കാരണം. അത് സഭയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ അലങ്കാര ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവർ ആക്ഷികമായി എടുത്തത് മാത്രമേ ഉള്ളൂ. അതുപോട്ടെ. അപ്പോൾ ഈശാ നബി ഒന്ന് അവരെ രക്ഷിക്കുമെന്ന് പറയുന്നത് രണ്ട് കറക്റ്റാണ്. ഇമാം മഹദി, ഈശാ നബി എന്ന് പറയുന്നത്. പക്ഷേ ഇവരാദ്യം ഇമാം മഹദി എന്ന് വിശ്വസിക്കുന്ന ദജ്ജാലിനെയാണ്. ദജ്ജാൽ അവർ യഹൂദനെയും ചതിക്കും, ഇസ്ലാമിനെയും ചതിക്കും. അങ്ങനെ ഇവൻ്റെ കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവരവരോട് എതിർത്ത് നിൽക്കും. അപ്പം അവരോടെതിരായി ഉപദ്രവത്തിൻ്റെ കാഠിന്യം കൂടുമ്പോൾ അവർ മലകളിലേക്ക് ഓടിപ്പോകാൻ പറഞ്ഞ് യേശു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു അറിയാമോ? ഒരു സുവിശേഷം പറയുന്നുണ്ട്. വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിൽ കാണുന്ന ആനോക്ക് ഏലിയാവും ഇവർക്ക് രക്ഷയുടെ വചനങ്ങൾ അറിയിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരുണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന പെന്റിക്കോസ്റ്റൽ ക്രിസ്ത്യൻസ് യഹൂദന്മാരുടെയിൽ ഒരു ശേഷിപ്പുണ്ട്. യെശയ്യാപ്രവചനം 9-ാം തോന്നുന്നു വായിക്കുമ്പോൾ നിങ്ങൾ 10-ാം തോന്നല്ലേ, നിങ്ങൾ കടൽക്കരയിൽ പോലെ പെരുകിയാലും ശേഷിപ്പത്ര രക്ഷിക്കപ്പെടും. ദാനിയേലിൻ്റെ പുസ്തകം യിരെമ്യാവിൻ്റെ പുസ്തകം 30-8 വായിക്കുമ്പോൾ യാക്കോബിനുണ്ടാകുന്നൊരു കഷ്ടകാലം, ഒരു ചെറിയ ശേഷിപ്പ്. സഖറിയാ പുസ്തകം 13 വായിക്കുമ്പോഴേ 13-12 വായിക്കുമ്പോഴേ അവരെന്ത് ചെയ്യും? വാളിന് ഇരയായിത്തീരുന്ന സമയം വരും. ചെറിയ ആട്ടുംകൂട്ടം, ഇത്രാമതിക്ക് വാക്യത്, ഒരു ചെറിയ ഗ്രൂപ്പ് രക്ഷിക്കപ്പെടും. അവർ 1/3 തീയിൽ കൂടെ. ആ വാക്യം വായിച്ച് സഖറിയാ പ്രവചനം 12-8 വാക്യം വായിച്ചേ. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി 1/3 തീയിൽ കൂടെ കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും. കാരണം എന്ത് ചെയ്യും? ഇവരുടെ അശുദ്ധികളെല്ലാം നീങ്ങണം. അല്ലെങ്കിൽ ദുഷ്ടന്മാരെല്ലാം നശിക്കുകയും ഈ പറഞ്ഞ സജ്ജനങ്ങളെ ചേർക്കാനായിട്ട് കൽക്കി അവതരിക്കുന്നു പറഞ്ഞ പോലെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന കൽക്കിയും ഇവരുടെ ഇമാം മഹദിയും കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കാണിക്കും. രണ്ടാമത്തെ വരവെന്ന് പറഞ്ഞാൽ ഈ വരവിനെ കാണിക്കുന്ന സമയമാണ്. അതാണ് സഖറിയാ പ്രവചനം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അന്നാളിൽ അവൻ്റെ കാൽ, 4-ാം വാക്യം വായിച്ചു, യെരൂശലേമിനെതിരെ അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. അതുകൊണ്ടാണ് ആ മലകളിലേക്ക് ഓടിപ്പോകാൻ യേശു. ഇതാര് വിശ്വസിക്കും? ഈ ഉപദ്രവ കാലങ്ങളിൽ രക്ഷിക്കപ്പെടുന്ന 144,000 യഹൂദന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 144,000 പേര്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ അവരെ മുദ്രയിട്ട് വേർതിരിക്കും. അവർ പെന്റിക്കോസ്റ്റൽ ക്രിസ്ത്യാനികളാണ്. അവർ ബൈബിളിലെ വചനം അറിയാവുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഓടും. പക്ഷെ ഓടുന്ന ഇവരെ അന്തിക്രിസ്തു പെടത്തില്ല. ഓടുന്നവരുടെ പുറകെ എന്ത് ചെയ്യും? ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്ന സമയത്തിൽ ഇവർ യോർദാനിൽ വന്ന് അഭയം തേടും. നല്ല ശതമാനം യഹൂദന്മാരും ഈ ഓടിപ്പോക്കിൽ യോർദാനിൽ വന്ന് അഭയം തേടും. അപ്പോൾ യോർദാനോട് സഖ്യതയില്ലാത്ത എതിർ ക്രിസ്തുവാണെങ്കിലും യോർദാനിലെ വീരന്മാർ ഇവരെതിരാകും. ഈ പറഞ്ഞ പെന്റിക്കോസ്റ്റൽ യഹൂദ ക്രിസ്ത്യൻസിനെതിരായി നിൽക്കി അവരെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ എതിർ ക്രിസ്തുവിൻ്റെ സൈന്യങ്ങൾ ഈ യഹൂദന്മാരെ നശിപ്പിക്കാൻ വേണ്ടി യോർദാനിലേക്ക് വരുന്ന സമയത്താണ് കർത്താവ് എഴുന്നേറ്റ് വരുന്നത് യുദ്ധം ചെയ്യാൻ. ക്രൂശിക്കുത്തുന്ന ക്രിസ്തു അല്ല, എതിർ ക്രിസ്തുവിനോട് അവൻ്റെ സൈന്യത്തോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ച് ബോസ്രയുടെ മേൽ ചിറക് വീഴ്ത്തുന്നവനാർ. യെശയ്യാ 63-1 വാക്യം വായിച്ചു. യെശയ്യാ 63-1 നോക്കുക. ഏതോം ഏതാ? യോർദാൻ. അപ്പോൾ ഏതോമിൽ ഒരു പ്രധാന പട്ടണത്തിന് പേരാണ് ബൊസ്ര.
ഇറാഖിലുണ്ടൊരു ബൊസ്ര, ഇവിടെയുണ്ടൊരു ബൊസ്ര. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നവൻ ഇവനാ. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഇവൻ ആർ? വായിക്കാം. വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നവർ ഇവനാർ? നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായവൻ ഞാൻ തന്നെ. ഞാൻ തന്നെ. ആരാത്? നീതി അരുളി ചെയ്തവനും രക്ഷിപ്പാൻ ശക്തിയുള്ളവനും ആരാ? യേശു ക്രിസ്തു. താഴോട്ട് വായിക്കാം. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? അതവിടെ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് ദിവസം നമ്മൾ വായിക്കുമ്പോൾ രക്തം തളിച്ച ഉടുപ്പ് അല്ലേ, 19 അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. വായിച്ചേ. വായിക്കാം. 19:11 13. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. ദൈവവചനം എന്ന പേർ. അടുത്ത് 11 വാക്യം മുതൽ വായിച്ചേ. 11 മുതൽ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും. നോക്കണം, സ്വർഗം. അതാണ് സ്വർഗത്തിൽ നിന്ന് വെള്ളക്കുതിര വരുന്നെന്ന കൽക്കി അവതാരമെന്ന കലിയുഗത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ വേദാന്തത്തിലും ഭഗവത്ഗീതയിലും ഇസ്ലാമിൻ്റെ ഖുറാനിൽ പറയുന്ന ഈ പറഞ്ഞ ഇമാം മഹദി അല്ലെങ്കിൽ രക്ഷകനായി വരുന്ന ഈസാ നബി വെള്ളക്കുതിരപ്പുറത്ത് വരുന്നു. പക്ഷേ 6-ാം അധ്യായത്തിൽ അവർക്ക് തെറ്റിപ്പോയി, അത് ക്രിസ്തുവാണ്. എന്നാൽ 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 11 വീണ്ടും വായിച്ച്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. രക്തം തളിച്ചെങ്ങനെ വന്നപ്പോൾ വെള്ള ഉടുപ്പായിട്ടാ വന്നേ. പക്ഷേ ഈ ബൊസ്രായിൽ വന്ന സമയത്തിൽ തൻ്റെ വായിൽ ശ്വാസത്തെ യേശു ക്രിസ്തു ആക്ഷിക വാളല്ല, തൻ്റെ വായിൽ നിന്ന് വചനം. എബ്രായ ലേഖനം 4:12 വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വായിച്ചേ. ഇരുവായി തലയുള്ളതും ഏത് വാളിനേക്കാൾ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാഴ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും. യേശുവിന് ഒറിജിനൽ വാളെടുക്കേണ്ട ആവശ്യമില്ല. ഈ തന്നോട് എതിർത്ത് വരുന്നതായ, അതായത് ബൊസ്രായിൽ ആദ്യമായിട്ട് നേരിടുന്ന ഒരു ശക്തിയുണ്ട്, എതിർ ക്രിസ്തുവിൻ്റെ സൈന്യം. യോർദാനിൽ വെച്ച് യേശുവിനെ മുഖാമുഖമായി അല്ലെങ്കിൽ സന്ധിക്കുന്ന സമയമുണ്ട്. അത് തന്നെ വരുന്ന സമയമാണ് കേട്ടോ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ആദ്യമേ പിതാവിൻ്റെ അടുത്ത് പോയതെന്നുണ്ട്, പരസ്യമായി പോയതുണ്ട്. അപ്പോൾ ഈ വരവിൻ്റെ ഇടയിൽ താൻ രഹസ്യമായി വന്ന് ഈ 144,000 രക്ഷിക്കപ്പെട്ട പെന്റിക്കോസ്റ്റൽ യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി യേശു വാളെടുക്കും. അത് ആക്ഷിക വാളല്ല, തൻ്റെ വായിൻ ശ്വാസത്താൽ. അവൻ്റെ പേര് വചനം. വചനം ജഡമായി തീർന്ന ക്രിസ്തു തൻ്റെ വായിൻ ശ്വാസത്താൽ ഏത് ക്രിസ്തുവിനോട് സൈന്യത്തോട് യുദ്ധം ചെയ്യും, പോരാടും. ആ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് അവരെന്ത് ചെയ്യും? അതിനുശേഷമാണ് യേശു വെള്ളക്കുതിരപ്പുറത്ത് ഒലിവുമലയിൽ പ്രത്യക്ഷമാകുന്നത്. 19-ാം വാക്യം വായിച്ചേ. 19:19 ഇല്ലയോ? കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. അപ്പോൾ ലാസ്റ്റ് ഇവരെല്ലാം ചേർന്ന് ഒലിവുമലയിലേക്ക് വന്ന് കർത്താവായ യേശുവും വിശുദ്ധന്മാരും. ആ വിശുദ്ധന്മാരാരാ? നിങ്ങൾ ചിലരും ഉണ്ട്. അന്ന് യേശു ക്രിസ്തുവിൻ്റെ കൂടെ വെള്ളക്കുതിരപ്പുറത്ത് നിങ്ങൾ ചിലരും ഉണ്ട്. അങ്ങനെ ഒലിവുമലയുടെ ഇറക്കത്തിൽ വരുമ്പോൾ വെളിപ്പാട് പുസ്തകം എസെക്കിയേൽ 38 വേറൊരു ഗ്രൂപ്പ് സൈലൻ്റായി നിൽപ്പുണ്ട്. അമേരിക്കയും ഇംഗ്ലണ്ടും അവരോട് ചേർന്ന കുറേ രാജ്യങ്ങളും ശബയും ദേദാനും എല്ലാം ഇതിലൊന്നും പങ്കെടുക്കാതിരിക്കുകയാണ്. കാരണം അവർക്ക് ബൈബിൾ അറിയാം. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കേണ്ടതാണെന്ന് പോയി പെടേണ്ട ആവശ്യമില്ലെന്ന് ഇവർ ഒഴിഞ്ഞു പോകും. മാത്രമല്ല, ഇസ്രായേലിന് ബോധ്യം വരണം, ഇവരെല്ലാം നിങ്ങളെ കൈവിടും, തന്നെ ചുമക്കുന്നവനെല്ലാം ഭാരപ്പെടും, അമേരിക്ക ഇട്ടിട്ട് ഓടും. അവസാനത്തിൽ ഈ ഇസ്രായേലിനെ സഹായിക്കാൻ ആരാലും സാധിക്കാത്തൊരു സമയത്താണ് കർത്താവ് ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ച് ബൊസ്രാ യഹൂദിന് വേണ്ടി വരുന്നതാണ് കേട്ടോ. ഈ പറഞ്ഞ രക്തം തളിച്ച ഉടുപ്പ് അത് വേറെ ഭാഗത്തും ഉണ്ടല്ലോ. എവിടെ? യിരെമ്യാ പ്രവചനം 49:22 വാക്യം വായിക്കാം. 49:22 അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും കർത്താവായ യേശു ബൊസ്രായിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഇതുണ്ട്. അവൻ കഴുകനെ പോലെ പൊങ്ങി പറന്നു വന്ന് ബൊസ്രായിന്മേൽ ചിറക് വിടർത്തും. ബൊസ്രായിന്മേൽ ആ ചിറകൊന്നും തൻ്റെ കൃപയെ കാണിക്കുകയാണ്. തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ 144,000 യഹൂദന്മാർ, ഏതാ വെളിപ്പാട് 7-ാം അധ്യായത്തിൽ കാണുന്നവരെ
ആ കർത്താവ് വേർതിരിച്ച് രക്ഷിക്കപ്പെടും. അവരെ 1000 വർഷ ഫലത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതാണ്. താട്ട് വായിക്കാം. അന്നാളിൽ ഏദോമിലെ വീരന്മാരുടെ ഹൃദയം നോവ് കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും. ആരായി ഏദോമിലെ വീരന്മാർ? അവിടെ തീവ്രവാദികൾ അപ്പോഴും ഉണ്ട്. അവരാണ് ഈ പെന്റിക്കോസ്റ്റൽ ക്രിസ്ത്യൻ യഹൂദന്മാരെ ഒറ്റുകൊടുക്കുക. ഇവിടെ കുറേ ഒളിച്ചിരിപ്പുണ്ട്. അത് ഈ ഇസ്ലാമികളുടെ വേദത്തിലും പറയുന്നുണ്ട്. എന്താ, യഹൂദൻ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാൽ ആ ഒളിച്ചിരിക്കുന്ന വൃക്ഷം പോലും യഹൂദനെ കാണിച്ചു കൊടുക്കുന്നതാണ്. വൃക്ഷമൊന്നും കാണിക്കുകയല്ല, ഈ വീരന്മാരാണ്. നോക്കണം, ഏദോമിലെ വീരന്മാർ ഇതെല്ലാം കാണുമ്പോൾ, കർത്താവായ യേശു ഈ പറഞ്ഞവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് കാണുമ്പോൾ അവരുടെ ഹൃദയം ഒന്നുകൂടെ വായിച്ചു. ഏദോമിലെ വീരന്മാരുടെ ഹൃദയം നോവ് കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും. അപ്പം ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏദോമിൽ വെച്ച് കർത്താവായ യേശു രക്താംബരം ധരിച്ചു. അതാണോ 49 വായിച്ചത്? 49 വായിച്ചത്? ഇരമ്യ 49 22 വായിച്ചത്. അപ്പോൾ ഈ ബൊസ്രായിലാണ് കർത്താവായ യേശു തനിച്ച് വന്ന് ഇസ്രായേലിന് വേണ്ടി, ഈ ശേഷിപ്പിന് വേണ്ടി യുദ്ധം ചെയ്തു. അത് കഴിഞ്ഞാണ് കർത്താവ് വായിക്കുക, വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന 19 വായിച്ചേ. വെളിപ്പാട് ദിവസം 19 കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടെ യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നു കൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളയും. അതാണ് ആ ഫൈനൽ യുദ്ധം എന്ന്. അതിനു മുമ്പ് നമുക്ക് വേറൊരു വാക്കിട്ട് വായിക്കാം. യെശയ്യാപ്രവചനം 31:4-5 വായിച്ച് ഇതേ സംഭവം അവിടെയും പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 31:4-5. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, സിംഹമോ ബാലസിംഹമോ ഇര കണ്ടു മുരളുമ്പോൾ ഇടയ കൂട്ടത്തെ അതിൻ്റെ നേരെ വിളിച്ചു കൂട്ടിയാലും അത് അവരുടെ കൂക്കുവിളിക്ക് പേടിക്കാതെയും അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും അതിന്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. അപ്പോൾ ദൈവം ഭൂമിയിൽ വന്നൊരു യുദ്ധമുണ്ട്. അതാണ് ഈ പറഞ്ഞ ഹർമോദോൻ യുദ്ധം എന്ന് പറയുന്നത്. ഹർമോദോൻ യുദ്ധത്തിൽ വാസ്തവത്തിൽ ആര് തമ്മിലാണ്? യഹോവ യേശു ക്രിസ്തു പിന്നെ എതിർ ക്രിസ്തു തമ്മിലാണ് ഈ ലാസ്റ്റ് ഫൈനൽ വാർ എന്ന് പറയുന്നത്. വീണ്ടും ആ വാക്യം വായിച്ച് അവസാനത്തെ ഭാഗം. യഹോവ സിയോൻ പർവ്വതത്തിലും അതിന്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. അപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഇസ്രായേലിനെ മറയ്ക്കും. 5-ാം വാക്യം വായിച്ച് പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അതാരാണ്ട് പ്രസംഗിച്ച പോലെ അത് അയൺബീമോ അയൺഡോൺ ഏതോ ഒരു പ്രാസംഗികം പറഞ്ഞ അയൺഡോണാണ് ഈ മിസ്രം ഇതിനെ കാത്തുകൊണ്ടത്. പിന്നെ അവൾ തിരുത്തിയെന്ന് തോന്നി കേട്ടോ. അയൺഡോണൊന്നുമല്ല, ദൈവത്തിന് അയൺഡോണിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഇസ്രായേലിന് പരാജയപ്പെട്ടു പോകും. ഇപ്പോൾ തന്നെ പരാജയം കാണിച്ചില്ലേ. ഇസ്രായേലിൻ്റെ സകല സാങ്കേതിക ടെക്നോളജികളും തകർന്നു പോകും. ആശ്രയമില്ലാതെ അമേരിക്കയെല്ലാം പിൻവാങ്ങും. ട്രംപെല്ലാം ജീവനും കൊണ്ട് ഓടും. ഇവരെയൊക്കെ പുറകെ പോയല്ലെന്നുള്ള നിരാശയോടെ ഓടുന്ന കാലം വരും. അങ്ങനെ ഇസ്രായേൽ തനിച്ചു വരും, ഒറ്റപ്പെടും. അപ്പോഴാണ് അവർ മനസ്സിലാകുന്നത്. വെളിപ്പാട് ഇത് സക്കറിയ പ്രവൃത്തി വായിക്കുമ്പോൾ കുത്തിയവങ്കിലേക്ക് നോക്കി അവൻ രക്ഷപ്പെടും. എവിടെ എഴുതിയിരിക്കുന്നത്? 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ചേർത്ത് വായിച്ച്. സക്കറിയ പ്രവചനം 12:9. അന്നാളിൽ ഞാൻ യെരൂശലേമിന് നേരെ വരുന്ന സകല ജാതികളെ നശിപ്പിക്കാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസിയുടെ മേലും കൃപയുടെയും യാചനയുടെയും കേട്ടോ. അപ്പോൾ ഒരു ആത്മാവിനെ പകർന്നെങ്കിലല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ കൃപയ്ക്കായിട്ട് അപേക്ഷിക്കും, യാചിക്കും. അതുകൊണ്ടാണ് 2 സാക്ഷികളെ വരം നൽകുമെന്ന് പറഞ്ഞത്. വെളിപ്പാട് 12-ാം അധ്യായത്തിൽ ഈ 2 സാക്ഷികളുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്, ഒന്ന് കൃപ, ഇവരുടെ പ്രസംഗം കൊണ്ട് മനുഷ്യർക്ക് കൃപ ലഭിക്കും. മറ്റൊരാൾക്ക് യാചിക്കാൻ, ദൈവമേ തെറ്റിപ്പോയി എന്ന് യഹൂദൻ നിലവിളിക്കാൻ വേണ്ടി അവരെ അതിനുവേണ്ടി യോഗ്യരാക്കുന്നതാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആനോക്ക് ഏലിയാവും. ആനോക്ക് ഏലിയാവ് എന്ന് പറയുന്നതിൻ്റെ കാരണം മോശ മരിച്ചതുകൊണ്ട് ഒരിക്കൽ മരണവും പിൻപ് ന്യായവിധിയും വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. മോശയല്ല, മരിക്കാതെ 2 പേർ എടുക്കപ്പെട്ടു, ആനോക്ക് ഏലിയാവും. ഇനി അതിനെപ്പറ്റി വഴക്കുണ്ടാക്കേണ്ട, അത് അവർ വരുമ്പോൾ നമുക്ക് കാണാം. അത് യഹൂദിന് വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് പെന്തിക്കോസുകാർ ഈ പേരിലൊന്നും വഴക്കുണ്ടാകും. ഇങ്ങനെ പല കാര്യത്തിലും പെന്തിക്കോസുകാർ വഴക്കുണ്ടാകാറുണ്ട്. ഇപ്പോൾ പൊതുവേ പെന്തിക്കോസുകാരുടെ അടിസ്ഥാന ഉപദേശങ്ങളെല്ലാം ശരിയാണ്. എല്ലാ പെന്തിക്കോസുകാരുടെയും ഈ ന്യൂ ജനറേഷൻ എനിക്കൊന്നും അത്രയില്ലെങ്കിലും ബാക്കി പാരമ്പര്യ പെന്തിക്കോസുകാരുടെ അടിസ്ഥാന സത്യങ്ങളെല്ലാം ശരിയാണ്. IPC ആയാലും TPM ആയാലും
ഈ പറഞ്ഞ പോലെ ഏജിയും അടിസ്ഥാനം ഇതാ മാനസാന്തര സ്നാനവും അഭിഷേകം. ഇന്നിപ്പോൾ അവർ തിരിച്ച് പറയുന്ന ആൾക്കാർ അതിനകത്ത് എഴുന്നേറ്റിട്ടുണ്ട്. IPCയിലും മറ്റ് എല്ലാ പെന്തിക്കോസിലും മോഡേൺ ജനറേഷൻ കുറേ എഴുന്നേറ്റിട്ട് സ്നാനം പോലും വേണ്ടാന്ന് പറയുന്നുണ്ട്, അതിനൊന്നും ആവശ്യമില്ലാന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിഷയം അന്യഭാഷയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്, രക്ഷ മാത്രം മതി. അതുപോലെ അതൊക്കെ അന്ത്യകാലത്തുണ്ടാവുമല്ലോ. എന്നാൽ അടിസ്ഥാന ഉപദേശം മാനസാന്തര സ്നാനം അഭിഷേകം വേർപാട് വിശുദ്ധി ഈ ജയജീവിതം ഇതെല്ലാവരും ആരംഭകാലം പ്രസംഗിച്ചവരാണ്. അത് അടിസ്ഥാന ഉപദേശം. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടില്ലേ TPM കൾട്ടാണെന്ന് പറയാൻ ഒരു കാരണം അവർ ഈ ചില കാര്യം ഒന്ന് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലെ സ്ത്രീ അത് യഹൂദനാണെന്ന് അവർ പറയുന്നു, TPMക്കാർ പറയുന്നത് സഭയാണെന്ന്. ഞാനും അതിനോട് യോജിക്കുക. രണ്ടാമത് വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ കാണുന്ന പുതിയ നിയമ വിശുദ്ധന്മാർ അത് പുതിയ നിയമസഭയിലെ ഏറ്റവും ആത്മീയ ജീവിതത്തിൽ ഉയർന്ന വിശുദ്ധന്മാരാണ്. അത് വിശ്വാസികളും വേലക്കാരെന്ന് പറയുന്ന ആ സ്ഥാനത്ത് ആര് വന്നാലും അതേ റേഞ്ചിൽ ആര് വന്നാലും അവർക്ക് ആ യോഗ്യത ഉണ്ടാകും. അത് വേലക്കാർ മാത്രമാണെന്ന് ആരെങ്കിലും പണ്ട് പറഞ്ഞെങ്കിൽ അത് തിരുത്തട്ടെ. കാരണം ആ ഒരു റേഞ്ചിൽ ആർക്കും അവിടെ എത്താം, പക്ഷേ ആ റേഞ്ചിൽ എത്തണം, അല്ലെങ്കിൽ പ്രവേശിക്കാൻ ഒക്കത്തില്ല. അത് പിന്നീട് അപ്പോൾ അതൊരു വിഷയം. 14-ാം അധ്യായം വെളിപ്പാട് ദിവസം 12-ാം അധ്യായം 14-ാം അധ്യായം ഈ 7-ാം അധ്യായത്തിൽ കാണുന്ന 154,000 ആണെന്ന് മറ്റു പെന്തിക്കോസ്തുകാർ പലരും പറയുന്നു. അല്ല, 7-ാം അധ്യായം വേറെ, അത് യഹൂദൻ. 14-ാം അധ്യായത്തിൽ അത് പുതിയ നിയമസഭ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പ്രസംഗം വീഡിയോ കിടപ്പുണ്ട്. ആൽഫ ഒമേഗയിലൊക്കെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ നോക്കിയാൽ അറിയാം. പേരടിച്ചാൽ മതി, എൻ്റെ പേരടിച്ചിട്ട് നോക്കിയാൽ ഇതെല്ലാം വരും, നിങ്ങൾക്ക് പഠിക്കാം. 154,000 വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലെ സ്ത്രീ. ഇങ്ങനെ ചില വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ TPMൽ ശക്തമായിട്ട് പറയുന്ന വിഷയമാണ് നിരപ്പിൻ്റെ ശുശ്രൂഷ, റീകൺസിലേഷൻ. ദൈവത്തോട് നിരന്നുകൊള്ളുക, ദൈവത്തെ മനുഷ്യനോട് നിരപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? 3 കാര്യങ്ങളാണ് പ്രധാനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് അനുസരണം, തുടങ്ങുക. അനുസരണം, പിന്നെ ആരാധന. എന്തിനാരാധിക്കുന്നത്? ദൈവം പറയുന്നത് എന്നെ മാത്രമേ ആരാധിക്കാവൂ. അതായത് മറ്റുള്ള ആരാധനയിലേക്ക് പോകുമ്പോൾ ആ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ മാറും. അപ്പോൾ ആരാധനയും സ്വഭാവവും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടാണ് എന്നെ മാത്രം ആത്മാവിന് സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ അനുസരണം, ആരാധന, അതിനുശേഷം അനുകരണം. എന്തനുകരണം? പൗലോസ് പറയും, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ 13-1 വായിക്കുമ്പോൾ കൊരിന്ത്യർ ലേഖനം, ഞാൻ ക്രിസ്തുവിന് അനുകാരിയായിരിക്കും, നിങ്ങൾ എന്നെ അനുകരിക്കണം. പിന്നെ ദൈവത്തിൻ്റെ അനുകാരികളായിരിപ്പിൻ എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ നാം ദൈവത്തെ അനുകരിക്കുന്നവരായി. അതുകൊണ്ടാണ് ആദിമസഭയിൽ അവരെ ക്രിസ്ത്യാനികൾ എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഏത് പെന്തിക്കോസുകാർക്കും അറിഞ്ഞിരിക്കേണ്ട സത്യം അനുസരണമാണ്. അനുസരിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അനുസരിക്കുന്നവർക്ക് നൽകുന്ന, അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് വരുമ്പോൾ രണ്ടാമത് പൗലോസ് പറയും, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. അപ്പോൾ അനുസരണം, ആരാധന. ആത്മാവിൽ ആരാധിക്കുന്നവരായിത്തീരണം. ചുമ്മാ ജഡത്തിൽ കുറേ കൈയടിച്ചുകൊണ്ടോ കുറച്ച് തന്തര എന്ന് പറഞ്ഞൊന്നും അഭിഷേകമാകത്തില്ല. അല്ല, നമ്മുടെ ഒരു ഭാഷയുണ്ടായിരുന്നു, പുള്ളി ഇങ്ങനെ അഭിഷേകം പറയുമ്പം ബൈക്ക് തന്നെ ഓടുന്ന പോലെ ഓടും, പക്ഷേ പെട്ടെന്ന് വഴക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പം അതൊക്കെ എന്തോ അഭിഷേകമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ സ്വഭാവം പൂർത്തീകരിക്കാത്തൊന്നും അഭിഷേകമല്ല. കാരണം മറ്റവൻ കയറും ഇടയ്ക്ക്. കാരണം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഇതിനിടയ്ക്ക് വേറൊരു യേശുവുണ്ട്. 2 കൊരിന്ത്യർ 11 വായിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശു, ഞങ്ങൾ പ്രാപിക്കാത്ത വേറൊരു ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നു, ഞങ്ങൾ കൈക്കൊള്ളാത്തൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് വേഷം കെട്ടുന്ന 3 എണ്ണവും കയറ്റി വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വഭാവ രൂപീകരണമില്ലാതെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. പെന്തിക്കോസുകാർക്കും ക്ഷമിക്കാൻ കഴിയുന്നില്ല. ക്ഷിപ്രകോപം തന്നെയല്ല, എന്നെ സ്നേഹിക്കുന്നവനെ സ്നേഹിക്കും, ന്യായപ്രമാണം, അല്ലാത്തവനെ വെറുക്കുക. യേശു പറഞ്ഞ് ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ്. അപ്പോൾ ഈ പാരലായിട്ട് സാത്താനകത്ത് കയറ്റി വിട്ടിട്ടുണ്ട്. ഏതാ? ഈ പിശാചിനൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കി വേണം പോരാ. അപ്പം ഈ തത്വത്ത പറയുന്നത് മാത്രമല്ല, സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയാണ് അഭിഷേകം. അതാണ് ആരാധന. ദൈവത്തെ മാത്രം ആരാധിച്ച് പരിചയിക്കുമ്പോൾ അവൻ്റെ സ്വഭാവത്തിന് നമ്മൾ രൂപീകരിക്കും. അപ്പം അനുസരണം, ആരാധന, പിന്നെ അവർ ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കും. ഞങ്ങളെന്താ പറയുന്നത്? ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 20-21 വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ, ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളായി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ, ദൈവത്തിൻ്റെ അനുകാരികളായിരിപ്പിൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിച്ച്, പ്രിയ മക്കളെന്ന പോലെ നിങ്ങളോട് പറയുന്നു, ദൈവത്തെ അനുകരിപ്പിൻ. എഫേസ്യർ 5:1. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അല്ലാതെ പാസ്റ്റർമാരെ അല്ല, പെന്തിക്കോസുകാരെ ഒന്നുമല്ല. പെന്തിക്കോസുകാരെ നല്ല മനുഷ്യരെ അനുകരിക്കണം.
ദൈവത്തെ അനുകരിപ്പിൻ. കർത്താവ് പറയുന്നത് ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും. അതാ യോഹന്നാന്റെ സുവിശേഷം 14 ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. വായിക്കാം. ആ വിശ്വാസം മാറിപ്പോരുത്. വിശ്വാസം പാസ്റ്റർമാരിലേക്ക് പോരുത്, മദർമാരിലേക്ക് പോരുത്, ലോക നേതാക്കന്മാരിലേക്ക് പോരുത്, അല്ലെങ്കിൽ കാരണഭൂതന്മാരിലേക്ക് പോരുത്. അതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് മാറിപ്പോകും. വായിച്ചേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അപ്പോൾ വിശ്വാസമാണ് മറ്റൊരു അടിസ്ഥാനം. ഒന്നായ തുടങ്ങുന്ന 3 കാര്യങ്ങൾ: അനുസരണം, ആരാധന, അനുകരണം. പിന്നെ വീർ തുടങ്ങുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് വിശ്വാസം, വിശ്വസ്തത, വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് ഒരു മനുഷ്യനും വിശുദ്ധരാകാൻ കഴിയത്തില്ല കേട്ടോ. ഓരോറ്റ മനുഷ്യർക്കും വിശുദ്ധരാകാൻ കഴിയുകയില്ല തനിയെ. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആർക്ക്? 2 കോഴ്സ് പഠിച്ച് പാസ്സായി വരുന്നവർക്ക് 3ാമത് ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റാണ് വിശുദ്ധി. അല്ലാതെ ഒരു പാസ്റ്റർമാർക്കും ഏത് ഗ്രേഡ് കൂടിയ പുണ്യാളന്മാർക്കും വിശുദ്ധരാകാൻ സ്വയം കഴിയുകയില്ല. പിന്നെ നമ്മൾ അതിനുവേണ്ടിയല്ല ആഗ്രഹിക്കുന്നത്. എന്നാൽ ആകാം. എങ്ങനെ? അതിനൊന്നാമത് നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമുള്ളവരായിരിക്കണം. അതാ ഇപ്പോൾ വായിച്ച വാക്യം. 2 വിശ്വസ്തരായിരിക്കണം. ചുമ്മാതെ കൊണ്ട് കുറേ ഇന്ത്യൻ്റെ ഉടിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. ഇത് ക്രിസ്ത്യാനികളും പെന്തക്കോസ്തുകാരും കുറേ എണ്ണം കൊണ്ടുള്ള പരിപാടികളാണ്. ജീവിതത്തിൽ വരുമ്പോൾ, പൈസയോട് വരുമ്പോൾ, മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ യവന്മാരുടെ പ്ലാനേ മാറുകയാണ്. ഇവിടെ വന്ന് തുള്ളും, വേണേൽ തലകുത്തി മറിയും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പം അതെല്ലാം പോയി കേട്ടോ. പണ്ട് അയലോക്കാർ നമ്മളെ പ്രശ്നമായിരുന്നു. ഇടാ അയലോക്കാർ ചോദിക്കും, എന്താ അവിടെ ബഹളമൊന്നും ഇല്ലെന്ന് ചോദിക്കും. അല്ല, ബഹളമായിരുന്നു പറഞ്ഞ്. ഇപ്പം അവർ ചോദിക്കും, പണ്ടത്തെ ബഹളമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. പണ്ടത്തെ ബഹളമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്ന്. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. പണ്ട് ഞങ്ങൾ ഓതറയിരിക്കുമ്പം ഞങ്ങൾക്കൊരു പ്രവാചകൻ ചാക്കോച്ചാനുണ്ടായിരുന്നു. പുള്ളി എപ്പോഴും വലിവാണ്. ഈ വലിവ് കൂടുന്തോറും രാത്രി മുഴുവൻ വലിച്ചുകൊണ്ടിരിക്കും. വലിവ് കൂടുന്നത് ഇവിടെ നമ്മുടെ ലോവർ പെരിയാറിലെ ഇലക്ട്രിസിറ്റിയിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഈ വലിവിൻ്റെ പ്രയാസം പുള്ളി പിശാച് ഇങ്ങനെ 5 മിനിറ്റ് കൂടുന്തോറും പിശാചിനെ ശാസിച്ചുകൊണ്ടിരിക്കും. തൊട്ടടുത്തൊരു നായർ കുടുംബമാണ്. നായർ നല്ല ഭക്തിയുള്ളൊരു കുടുംബം. നമ്മൾ വലിയ വിശ്വാസാഭ്യത വിഷയമാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹം വിചാരിച്ചു ഈ അപ്പച്ചന് വലിയ ഗിഫ്റ്റാണ്. കാരണം പിശാചിനെയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ മാറി വേറൊരു പാസ്റ്റർ വന്നു. അവിടെ അനക്കവേ ഇല്ല. ഒരു പിശാചിന് ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും പുള്ളി ഓടിക്കുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ ഈ നായർ അച്ഛനൊരു സംശയം. അച്ഛൻ വന്ന് ഈ പാസ്റ്ററോട് ചോദിച്ചു, അപ്പച്ചോ, പുള്ളി എല്ലാവരും അപ്പച്ചാന്ന് വിളിക്കുന്നത്, മുമ്പിരുന്ന പാസ്റ്റർ രാത്രി മുഴുവൻ പിശാചിനെ ഓടിക്കുമായിരുന്നല്ലോ, ഇപ്പോൾ എന്താ? അതെൻ്റെ അച്ഛാ, പുള്ളി പോയ കൂട്ടത്തിൽ ആ പിശാചുകളും കൂടെ അങ്ങ് പോയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇല്ലാത്ത ബഹളവും പ്രശ്നമൊന്നും അല്ല നമുക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ കിടന്ന് തുള്ളിച്ചാട്ടവും ബഹളവും കാണിച്ചിട്ട് അനുസരണവും ഇല്ലാതെ പോയാൽ, സ്വഭാവ രൂപീകരണം ഇല്ലാതെ പോയാൽ അകത്തിരിക്കുന്ന പിശാചാണ്. അവനും തുള്ളിക്കും, അവനും ചാടിക്കും. അത് ഞാൻ പറഞ്ഞ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങളും പാരലായിട്ട് പെന്തക്കോസ്ത് സഭകളിലുണ്ട്, കുമളിയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് അവൻ അങ്ങനെ അയച്ചിരിക്കുക ചാരന്മാരെ. അപ്പോൾ അവിടെ സൂക്ഷിച്ചോണം. നമ്മൾ ആരാധിച്ചതിന് ശേഷം സ്വഭാവ രൂപീകരണം ഇല്ലെങ്കിൽ ന്യായവതിയിലേക്ക് പോകും, ശിക്ഷാവധിക്ക് യോഗ്യരായി തീരും. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ, അവരെന്ത് ചെയ്യും? ഇപ്പോൾ വായിച്ച വാക്യം. 3-1 യഹൂദന്മാരെ തീയിൽ കൂടി കിടത്തും. അപ്പോൾ നമ്മൾ ചിന്തിച്ചോണം, ഈ പറഞ്ഞ ആനോക്ക് ഏലിയാവും, പിന്നെ വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലെയും 14-ാം അധ്യായത്തിലെയും, പിന്നെ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ നിത്യവാസസ്ഥലത്തിൽ പുതിയ യെരൂശലേമിനെ കുറിച്ച് എല്ലാവർക്കും വെളിപ്പാടുണ്ടായിരുന്നു. അന്നത്തെ ബ്രദറുകാർ പോലും ഈ പുത്തൻ യെരൂശലേമിനെ കുറിച്ച് പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലയോ? ആരംഭകാല ക്രിസ്ത്യൻ പാടില്ലേ? പുത്തനാം യെരൂശലേമിലൊത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ ക്ലേശമെല്ലാം. KV സൈമൺ സാറ് ബ്രദറുകാരനാ. അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ, പിന്നീട് പെന്തിക്കോസ്ത് വന്നെന്ന് എനിക്ക് തോന്നുന്നു. താൻ ഈ പുതിയ യെരൂശലേമിനെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ പാട്ടുകൾ. അന്യഭാഷയില്ലാത്തവർ എഴുതിയിട്ടില്ലേ? അപ്പോൾ ആ കാലത്തിൽ ആ വെളിപ്പാട് അവർക്കുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിലുണ്ടല്ലോ. അത് TPMകാർ കുത്തകയല്ല. TPMകാർ അതും പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും ഹയസ്റ്റ് പോർഷൻ സിയോൻ, അവിടെയല്ലേ രാജാവിന്, ഞാൻ എൻ്റെ രാജാവിന് സിയോനിൽ വാണിച്ച്. വേദപുസ്തകം ഇല്ലേ? വേദപുസ്തകം എന്തുമാത്രം വാക്യങ്ങളാണ് സിയോൻ യെരൂശലേം. പക്ഷേ TPMലെ ചില പുള്ളികൾ വ്യാഖ്യാനിക്കുന്നത് തെറ്റിക്കുകയാണ്. അവരും വ്യാഖ്യാനിച്ച് വരുമ്പം പാസ്റ്റർ TV പറഞ്ഞ പോലെ, തിരുവനന്തപുരത്ത് പ്രസംഗിച്ച പോലെ, ചില നിഗളികളായ വേലക്കാരുടെ വാസസ്ഥലമായിട്ട് അവരെങ്കിലും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഗളികളായ വിശ്വാസികൾ ഞങ്ങൾ എന്ത് കാണിച്ചാലും
ഞങ്ങൾക്ക് സിയോനാണെന്ന് പറഞ്ഞ അഹങ്കാരം. അവർ പാതാളത്തിൻ്റെ അടിത്തട്ടിലെ പോകത്തുള്ളൂ ബാധിച്ച് ടി യു പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ചൊരു പരസ്യ കൺവെൻഷൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അഹങ്കാരികൾ നിങ്ങളിലേക്കുള്ള സ്ഥലമല്ല. സിയോൻ ആർക്കുള്ളതാണ്? താഴ്മയും ദാരിദ്ര്യമുള്ള ജനം. അതിനൊരു വാക്യം ഞാൻ പറയാം, വായിച്ച്. മത്തായിയുടെ സുവിശേഷം 18:4 വായിച്ച്. സിയോനിൽ ആരാണ് വസിക്കുന്നത്? വെള്ളയിട്ട വേലക്കാർ വസിക്കണമെന്നൊന്നും നിയമമൊന്നുമില്ല, അങ്ങനെ വസിക്കത്തുമില്ല. അങ്ങനെ ആരും ടി പി എംകാരെല്ലാവരും കൂടെ വ്യാമോഹിക്കുകയും വേണ്ട. നിങ്ങൾക്ക് പോകാം. പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വായിച്ചേ മത്തായി 18:4. നോക്കണം, ശ്രദ്ധിച്ച് നോക്കിയേ. സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എവിടാ? ഏറ്റവും വലിയ വാസസ്ഥലം സിയോനാണ് കേട്ടോ. അത് സത്യമാണ്. സിയോനുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സിയോനുണ്ട്, യെരൂശലേമുണ്ട്. പക്ഷേ അവിടെ ആരാ വസിക്കുന്നേ? കർത്താവ് പറയുന്നു, വായിച്ചേ. ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും. അപ്പോൾ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ സ്ഥാനത്തിൽ സിയോനിൽ പോകണമെങ്കിൽ ആരെ പോലെ ആകണം? ശിശുക്കളല്ല, ശിശുക്കളെ പോലെ. ശിശുവിനെന്തില്ല? പാർഷ്യാലിറ്റി ഇല്ല, പ്രതികാരമില്ല, വഞ്ചനയില്ല, എല്ലാ സൽഗുണങ്ങളും. അത് തന്നെയാണ് എവിടെ വായിക്കുന്നത്? പത്രോസിനെ 2-ാം അധ്യായത്തിൽ 1 വായിക്കുമ്പോൾ, ആകയാൽ എല്ലാ ചതിവും ദുഷ്ടതയും വിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. അപ്പോൾ അങ്ങനെ ഒരു കൺവേർഷൻ നമുക്കുണ്ടാകണം. പെന്തിക്കോസിലെ പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും ഈ കൺവേർഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരെ പോവുകയുള്ളൂ, സിയോൻ യെരൂശലേം കിട്ടത്തുള്ളൂ. വായിക്കാം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും. അതാ ആനയുടെ 2 തുമ്പിക്കൈ. ഇങ്ങനെയും പറയും അങ്ങനെയും പറയും. പണ്ട് ഒരു വർക്കേഴ്സ് മീറ്റിംഗ് ഞാൻ ചെല്ലുമ്പോൾ അവിടെ വർഗീസ് പാസ്റ്റർ പറഞ്ഞു, ചെറിയാച്ചാ കള്ളിനും ചെത്തും പിന്നെ ചക്കരയ്ക്കും ചെത്തുന്ന പാർട്ടിയാ. പുള്ളി എല്ലാവരും ഉദ്ദേശിച്ചാണ്. ആരെയാ അന്ന് പറഞ്ഞില്ല, പിന്നെ പറഞ്ഞു. ഏതാ കട്ടപ്പനയിൽ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള 1-2 പേരെ പറ്റി പറഞ്ഞു. എന്താ അവർ കള്ളിനും ചെത്തും ചക്കരയ്ക്കും, 2 തുമ്പിക്കയുണ്ടെന്ന്. ഇരുവാക്ക്, ഇവിടെ നിൽക്കും അവിടെ നിൽക്കും. കള്ളനെ കണ്ടാൽ അവരുടെ കൂടെ നിൽക്കും, പോലീസുകാരനെ കണ്ടാൽ അവരുടെ കൂടെ നിൽക്കും. അപ്പോൾ കള്ളനാണോ? ഒറിജിനൽ കള്ളനല്ല. വായിക്കാം. എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നുണ പറയുന്നവര് സ്വർഗ്ഗത്തിൽ പോവോ? ഇല്ല. എവിടെ എഴുതിയിരിക്കുന്നേ? വായിര്. തന്നെത്താൻ താഴ്ത്തുന്നവൻ. അപ്പോൾ താഴ്മയുള്ളവർക്ക് വസിക്കുന്ന സ്ഥലമാണ് സിയോൻ. പാസ്റ്റർ ദർശനം കണ്ടപ്പോഴേ സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകാൻ 7 പടിയുണ്ട്. ആ 7 പടി കയറ്റി ചെല്ലുമ്പോഴും എല്ലാ പടിയിലും താഴ്മ. അപ്പോൾ അവസാനം നമുക്ക് താഴ്മയാണ് ആവശ്യം. താഴ്മയില്ലാത്ത ഒരുത്തരും അവിടെ പ്രവേശിക്കത്തില്ല. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ. അതാണ് കുഞ്ഞാടിൻ്റെ കാന്ത. കുഞ്ഞാട് എന്ത് ചെയ്യുന്നു? ഞാൻ സൗമ്യതയും താഴ്മ, അതിൻ്റെ സ്വഭാവം. ഡ്യൂട്ടി എന്താ? എഫേസ്യർ 5:1-2 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച പോലെ. നിങ്ങൾ വായിച്ച് എഫേസ്യർ ലേഖനം 5:1-2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കും. കേട്ടോ ബെന്തിക്കോസുകാരെ, നിങ്ങളുടെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നില്ലെങ്കിൽ, അത് വേലക്കാരായാലും വിശ്വാസികളായാലും, കുറേ കാലം ത്യാഗികളാന്ന് പറഞ്ഞു നടക്കുകയല്ല. ത്യാഗികളാന്ന് പാട്ട് പാടിയാൽ ഒക്കത്തില്ല. അവസാനം വരെയും തങ്ങളെ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് പോകണം. മൂപ്പനാകുന്നിടം വരെയല്ല, പാഷാകുന്നിടം വരെയല്ല, അല്ല 30 താഴ്മ കാണിക്കുകയല്ല. ജീവിതാവസാനം വരെ ഈ താഴ്മ സൂക്ഷിക്കുന്നവരാണ്. അല്ലാത്ത ഒറ്റ പെന്തിക്കോസുകാരൻ അവിടെ കയറ്റത്തില്ല. ഞാൻ സെഫന്യായിൽ വായിക്കുമ്പോൾ ഞാൻ താഴ്മയും ദാരിദ്ര്യമുള്ളൊരു ജനത്തെ 3-ാം അധ്യായത്തിൻ്റെ 8-10 വായിക്കുമ്പോൾ സെഫന്യ ഞാൻ താഴ്മയും ദാരിദ്ര്യമുള്ളൊരു ജനത്തെ അവിടെ പ്രവേശിപ്പിക്കും. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യമുള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. അതാണ് സിയോൻ. ഇനിയുണ്ട് അവിടുത്തെ ഗർഭോത്സവന്മാരെ നീക്കിക്കളയുന്ന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പെന്തിക്കോസുകാരെ, ഗർഭോത്സവന്മാരായ പാസ്റ്റർമാരെ, വിശ്വാസികളെ നിങ്ങളെ ദൈവം തള്ളിക്കളയും. അതുകൊണ്ടാണ് യേശു ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 21 വായിക്കുമ്പോൾ കർത്താവേ 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 ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പക്ഷേ അക്രമക്കാരനെ നിൻ്റെ ഹൃദയം ശരിയല്ലായിരുന്നല്ല, നിൻ്റെ പേരും പ്രശസ്തിക്കും നിനക്കവിടെ സ്ഥാനവും മാനം കിട്ടാൻ നീ കാണിച്ചതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ നിനക്ക് അവിടെ പ്രവേശിക്കാനും ഒക്കത്തില്ല. മാത്രമല്ല
അക്രമക്കാർക്കുള്ള അവകാശം ഏറ്റവും പുറത്തുള്ള തീയെ. അവിടെ പെന്തിക്കോസുകാർ വളരെ സൂക്ഷിച്ചോണം ഈ കാലത്തിൽ. ഏതൊക്കെ? ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ, ഞാൻ സൗമ്യതയും താഴ്മയും. മത്തായി സുവിശേഷം 18:24. പിന്നെ പത്രോസ് 2:1 മുതൽ ഈ വ്യാജഭാവം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. സെഫന്യ 3 എത്രയാണ്? 8 വാക്യം. 8 10 11 12 വായിച്ച് ഞാൻ ഗർഭോത്സവന്മാരെ നീക്കിക്കളെ. അന്നാളിൽ ഞാൻ നിന്റെ മധ്യേ നിന്ന് നിന്റെ ഗർഭോത്സവന്മാരെ മധ്യേ. അപ്പം നമ്മുടെ മധ്യ ആരുണ്ട്? അതാ ഭാഷ ടി.യു. തോമാച്ചായൻ എറണാകുളം തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്തിൽ വെച്ച് പരസ്യ കൺവെൻഷൻ പറഞ്ഞു, TPM-കാരായ ഞങ്ങൾ നിഗളികളാണ്. അതെല്ലാവരും നിഗളികളാണെന്നുള്ളതല്ല, അദ്ദേഹം താഴ്മയുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞത്. ആ താഴ്മയുള്ള പറഞ്ഞ ഭാഷ ടി.യു. തോമസിനെ വേറൊരു മൃഗോദരൻ പരസ്യമായിട്ട് പുള്ളി ആക്ഷേപിക്കുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട്. അവൻ അതിനേക്കാൾ ഗതികേട് നോക്കണം. ഇദ്ദേഹം താഴ്മയുള്ളതുകൊണ്ടല്ല ഞങ്ങളെ തന്നെ താഴ്ത്തി പറഞ്ഞത്. അതേ ഒരു വിശുദ്ധനായതുകൊണ്ടാണ് ഞങ്ങൾ നിഗളികളാണെന്ന്, അല്ലെങ്കിൽ ആരും പറയുമോ? അപ്പോൾ അതിനെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആ ദുഷ്ടശക്തിയുള്ള ഒരു മനുഷ്യനെ നമ്മൾ കാണാനിടയായി. ഇപ്പോൾ അവന് ദൈവം മാനസാന്തരം കൊടുക്കട്ടെ, രക്ഷയിലേക്ക് നടക്കട്ടെ, അത് വേറെ വിഷയം. അപ്പോൾ ഇങ്ങനെ നമ്മൾ താഴ്ത്തുന്നവരായിരിക്കണം. നമ്മളെ പൊക്കിക്കൊണ്ട് പോലെ ഞങ്ങൾ സിയോനാണ്, ഞങ്ങൾ യെരൂശലേമാണ്, ഞങ്ങൾ പൂർണ്ണരാണ്, 24 മണിക്കൂർ മുളങ്കാലം നിൽക്കുക. മുഴങ്കാലല്ല, പിന്നെ മുളങ്കാലം നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം പറഞ്ഞവർ ഒറ്റ വേലക്കാരി TPM ഇന്ന് പുതിയ ഭൂമി കാണത്തില്ല. ഇത് ഞാൻ അധികാരത്തോടെ പറയുകയാണ്. അവിടെ സൂക്ഷിച്ചോണം. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ രൂപീകരിക്കണം. ഞാൻ സൗമ്യതയും താഴ്മുള്ളവർ. 2 അവൻ്റെ ഡ്യൂട്ടി എന്ത് ചെയ്യണം? നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. നിങ്ങളുടെ മക്കൾക്കും ഭാര്യയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ ജീവൻ പൊതു നന്മയ്ക്ക് വേണ്ടി അർപ്പണം ചെയ്യണം. ഈ വെളിപ്പാട് കൊണ്ടാണ് ഈ കുമളിയിലും വന്ന് ഈ സുവിശേഷം പറയാനും കെട്ടിടം പണിയാനും ഒക്കെ താല്പര്യം കാണിക്കുന്നത്. മനസ്സിലാകുന്നു? അല്ല വേറെ പണിയില്ലാഞ്ഞിട്ടല്ല. ഞാനും നല്ല ബിസിനസ്സുകാരനായിരുന്നു, കൃഷിയുണ്ടായിരുന്നു. ഇതെല്ലാം ത്യജിച്ചിട്ടാണ് വന്നത്. കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ നമ്മുടെ ജി പാസ്റ്റർ മലേഷ്യയിൽ ഏറ്റവും വലിയ പോലീസ് ഓഫീസറുടെ മകനാണ്. അവിടെ വെള്ളക്കല്ല് കിട്ടിയതുപോലെ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ പത്മശ്രീ കിട്ടിയ മനുഷ്യനാണ്. പാസ്റ്റർ MD ഏക്കർ കണക്കിന് സ്ഥലവും നിലവുള്ള യോഗ്യമായ ഒരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ പല വേലക്കാരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ. പക്ഷേ വേറെ ചിലരുണ്ട്, അവർ ഈ പറഞ്ഞ പോലെ അല്പം കാണുമ്പോൾ അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് വന്നില്ലാത്ത പേക്കൂത്ത് കാണിക്കുന്ന കുറേ വേലക്കാരനകത്തുണ്ട്. പറയാതിരിക്കാൻ ഒക്കത്തില്ല. അവർക്കിതാ സ്വർഗം, ഇവിടുത്തെ പണവും സൗഭാഗ്യവും വിശ്വാസമുള്ള ജീവിതവും. അങ്ങനെ കുറേ അത് പിന്നെ കുറേ നാൾ കഴിയും പൊക്കോളും. ദൈവം നിർത്തത്തിൽ ഓടിക്കും. അല്ലെങ്കിൽ അവസാനത്തെ ന്യായവിധിയിലേക്ക് ഇവരെല്ലാം കൊണ്ടുവന്ന് തീപ്പൊയിലിടും. പറയാതിരിക്കാൻ ഒക്കത്തില്ല, വിഷമം കൊണ്ട് പറയുകയാണ്. പിന്നെ ഇനിയും ബാക്കി തീർന്നില്ല. സിയോൻ എന്ന് പറയുന്നത് അഹങ്കാരികളുടെ നാടല്ല. വായിച്ച് യെശയ്യാ 14:30-32 വായിച്ച്. യെശയ്യാ 14:30-32 വായിക്കാം. ഞാൻ യഹോവ സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു, അവിടെ അവന്റെ ജനത്തിന്റെ അരിഷ്ടന്മാർ. ആരരിഷ്ടന്മാർ? ഇംഗ്ലീഷിൽ പൂർ ഓഫ് ഹിസ് പീപ്പിൾ. അവൻ്റെ ദാരിദ്ര്യമുള്ളതായ മനുഷ്യർ, അല്ലെങ്കിൽ ഇപ്പോഴും എളിമയായിട്ട് ജീവിക്കുന്നവർക്കാണ് അവിടെ അവകാശം. അവൻ്റെ ജനത്തിൽ എളിമയുള്ളവർക്ക് അവരവിടെ സ്വർണം പ്രാപിക്കും. അടുത്ത വാക്യം വായിച്ച്, ജനത്തിൽ എളിയവരിൽ ആദ്യജാതന്മാർ അവിടെ മേയും. വായിക്കാം. എളിയവരുടെ ആദ്യജാതന്മാർ മേയും. ശ്രദ്ധിച്ചോണ വാക്യം, എളിയവരുടെ ആദ്യജാതന്മാർ മേയും. യെശയ്യാ പ്രവചനത്തിൻ്റെ വാക്യമുണ്ടല്ലോ, ഇതാ പർവ്വതങ്ങളെ അവകാശം നിൻ്റെ ദാസന്മാരിൽ, നിൻ്റെ വൃദ്ധന്മാരിൽ ഒരു കൂട്ടർ ആ സിയോൻ പർവ്വതത്തെ അവകാശമാക്കും. 65 എളിയവരിൽ അല്ലെങ്കിൽ ദാസന്മാർ അവകാശമായി കിട്ടുന്ന സ്ഥലമാണ് സിയോൻ പർവ്വതം എന്ന് പറയുന്നത്. അത് അഹങ്കാരികൾക്കും നിഗളികൾക്കും ഒന്നുമുള്ള പ്രവേശന സ്ഥലമല്ല. അപ്പോൾ സിയോനുണ്ട്. സിയോൻ TPM-കാർ കുത്തം മാത്രമല്ല, ആരായാലും ശരി, ഈ കേൾക്കുന്ന നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങൾക്കും എത്താം. പക്ഷേ ഈ സ്റ്റാൻഡേർഡിൽ എത്തണം. കർത്താവ് ആഗ്രഹിക്കുന്ന ദിവ്യ സ്വഭാവത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ സിയോനായിത്തീരും. സിയോൻ എന്ന് പറയുന്നത് അവിടുത്തെ സ്ഥലമൊന്നും മേന്മയല്ല, ആ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണമാണ്. കണ്ടോ വാക്യം എത്ര? 65 യെശയ്യാ പ്രവചനം 65:9. ഞാൻ യാക്കോബിൽ നിന്നൊരു സന്തതിയെയും യഹൂദയിൽ നിന്ന് എൻ്റെ പർവ്വതങ്ങൾക്കൊരു അവകാശവും ഉത്ഭവിപ്പിക്കും. അപ്പോൾ യാക്കോബ് യഹൂദയും, അതാണ് സിയോനും യെരൂശലേമും. സഭയിൽ 2 ഗ്രൂപ്പുണ്ട്, സിയോനും യെരൂശലേമും. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച 120 പേരിൽ 2 ഗ്രൂപ്പിനെ കാണും. 12 അപ്പോസ്തലന്മാരും 120 വിശ്വാസികളും. പിന്നെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിശ്വാസികൾ പൂർണ്ണരാകുന്നവരും വേലക്കാരി പൂർണ്ണരാകുന്നവരും ചേർന്നാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന ആൺകുട്ടി, സ്ത്രീയല്ല.
സ്ത്രീ പെന്തിക്കോസ് സഭ, ലോകത്തിൽ കാണുന്ന പെന്തിക്കോസ് സഭയാണ്. അത് TPM എന്നുള്ളതല്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവസഭയായി മാറിയ പെന്തിക്കോസ് സഭയാണ് സ്ത്രീ എടുക്കപ്പെടുന്നവരോ പൂർണ്ണരാക്കപ്പെട്ട വിശ്വാസികൾ മേലക്കാരും. അപ്പോൾ ആണ് 2 അപ്പം. ലേവ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ കാണുന്ന 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 2 അപ്പം വാസസ്ഥലത്ത് കൊണ്ടുവരും 15 മുതൽ. അതാണ് സിയോൻ യെരൂശലേം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ വായിച്ച യാക്കോബിൽ നിന്ന് വീണ്ടും വായിച്ച യാക്കോബിൽ നിന്ന് 65 യാക്കോബിൽ നിന്ന് ഒരു സന്തതിയെയും നോക്കണം. യാക്കോബിൽ നിന്ന് ഒരു സന്തതി. ഈ സന്തതിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ കാണുന്ന ആ സന്തതി. മനസ്സിലാവുന്നു? ഇത് 2 രീതിയിലാണ്. യഹൂദനെയും പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും 2ആയിട്ടാണ്. ഒന്ന് യഹൂദനെയും ഒന്ന് ഇസ്രായേലിനും. അടുത്ത് ഇസ്രായേലിൽ യാക്കോബിൽ നിന്ന് ഒരു സന്തതിയെയും യഹൂദയിൽ നിന്ന് എൻ്റെ പർവ്വതങ്ങൾക്ക് ഒരു അവകാശിയെ ഒരു പർവ്വതങ്ങൾക്ക് അവകാശി. അപ്പോൾ ദൈവസഭയിൽ നിന്ന് എടുക്കപ്പെടുന്ന ആ സന്തതി, അതാണ് മീഖായുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കും വരെയും ഇസ്രായേലിന് കാഠിന്യം സംഭവിക്കും. വായിച്ചേ മീഖായുടെ പുസ്തകം 4:2. ആരായി പ്രസവിക്കുന്നത്? 2 പ്രസവം. ഒന്ന് ഇസ്രായേലിനെ കുറിച്ച് അവർ കാറ്റിനെ പ്രസവിച്ചെന്നാണ്. ഏതാ? നോവ് കിട്ടിയതുകൊണ്ട് കാറ്റിനെ പ്രസവിച്ചു. എന്നാൽ ഇവിടെ അതല്ല. ഇവിടെ പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കും വരെ 4-ലാണോ 5-ലാണോ 5:4 മീഖ 5:3 മീഖ 5:3 വായിക്കാം. ശ്രദ്ധിക്കുക, വാക്യത്തിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. ആരെ? ഇസ്രായേലിനെ. അതാണ് റോമാലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി. അപ്പോൾ അവരുടെ അംഗീകരണം അല്ലെങ്കിൽ ജാതികളുടെ അനുസരണം തികയോളം ഇസ്രായേലിന് കാഠിന്യം സംഭവിച്ചു. 11:25 വായിച്ച്. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പല്ലാതെ എന്താകും? അതാണ് അത്തിവൃക്ഷം തളർക്കുന്നത്. താഴോട്ട് വായിച്ച്. ഏതാ? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് കാഠിന്യം സംഭവിക്കും. 11 തന്നെ ഉണ്ടല്ലോ. 11 താഴെ വെള്ളം കൊണ്ടുണ്ട്. അപ്പം ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുമ്പോഴേയും ഇസ്രായേലിനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തതിന് ഈ പരദേശികൾ പ്രവാസികളായിട്ട് നടക്കാൻ കാരണം സഭ പൂർണ്ണപ്പെടണം. വായിച്ചേ. ജാതിയുടെ എത്ര 25-ാം വാക്യം. 25. ജാതിയുടെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം. അതാണ് മീഖ 4:5-3 വായിക്കുമ്പോൾ അവരെ ഒന്നുകൂടെ വായിച്ചേ. അതുകൊണ്ട് പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കും വരെയും അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. എപ്പോൾ? ഇസ്രായേൽ. അപ്പോൾ സഭ എടുക്കപ്പെടുന്നവരെയും യഹൂദന് ശരിയായ ഒരു ഇതുണ്ടാകില്ല. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ച് വായിക്കാം. യഹൂദന്മാരല്ല 1000 വർഷ ഭരണത്തിൽ മുഴു ലോകത്തെയും ഭരിക്കുന്നവർ കേട്ടോ. അപ്പോസ്തലന്മാരുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇസ്രായേൽ, ഞാൻ എൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഞാൻ വരുമ്പോൾ ഇസ്രായേലിൻ്റെ 12-നെയും ന്യായം വിധിക്കും. അപ്പം പുതിയ നിയമസഭയാണ് ന്യായം വിധിക്കുന്നവർ, യഹൂദന്മാരല്ല. യഹൂദന്മാരന്ന് പ്രജകളായിട്ടിരിക്കും. പിന്നെ അവർക്കും ഉണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? രാജാക്കന്മാർ, ഭൂമിയിൽ രാജാക്കന്മാർ എന്ത് ചെയ്യും? മാസം തോറും രാജാവിൻ്റെ അടുത്ത് വരും കാണിക്കയായിട്ട്. ഇവരുടെ വസ്ത്രവാഗ്രം പിടിച്ചുകൊണ്ട് ഈ മുഴു ലോകത്തുള്ള യഹൂദന്മാരും 1000 വർഷ ഭരണത്തിൽ ഈ പറഞ്ഞ ആരാധനയ്ക്ക് വരുമ്പോൾ ഈ ജാതികൾ ഇവരുടെ വസ്ത്രത്തെ, അതായത് അവരുടെ ജീവിതം കണ്ട് സാക്ഷികളായിട്ട് അവരും വരും. അങ്ങനെയാണ് 1000 വർഷ ഭരണത്തെക്കുറിച്ച് വായിക്കും പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം സഭയാണ് വാഴുന്നത്, സഭയ്ക്കാണ് ഭൂമിയിൽ വാഴ്ച. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇസ്രായേലിൻ്റെ 12-നെയും വാഴും. ഇസ്രായേൽക്കാർക്കും വാഴ്ചയുണ്ട്. ഇപ്പോൾ മന്ത്രിമാരും ഉണ്ട്, ബാക്കി ഭരിക്കുന്നവരുണ്ടല്ലോ. ഇതൊക്കെ 1000 വർഷ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും. അപ്പോൾ ഈ സന്തതി എന്ത് ചെയ്യും? വായിച്ചേ. അവൾ സകല ജാതികളെയും, വെളിപ്പാട് ദിവസം 12:5. എൻ്റെ പൊന്നു പെന്തക്കോസുകാരെ, ഇത് യഹൂദൻ്റെ കഥയല്ല, ഇത് പുതിയ നിയമസഭയാണ്. വായിക്കാം. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന്. ഇത് യേശുക്രിസ്തു എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തു ജനിച്ച ഉടനെ സിംഹാസനത്തിൽ പോയില്ലല്ലോ. 33 വർഷം ഭൂമിയിൽ ജീവിച്ച് മരിച്ചതിന് ശേഷമാണ് പോയത്. ഇനി യഹൂദന്മാർ ജനിച്ചു വീണത് 1948-ലാണെന്ന് വേണേൽ പറയാം, പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ, ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയല്ലേ. 48 കുറേ പേര് വന്നു, 67 വന്നു, ഇപ്പോഴും വരുന്നു. അപ്പോൾ അത് യഹൂദൻ്റെ കാര്യമല്ല. ഒറ്റ ദിവസം ഈ ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. യഹൂദൻ സിംഹാസനത്തിൽ വരുന്നില്ല. വെളിപ്പാട് ദിവസം 3:21 വായിക്കുമ്പോൾ
അവിടെ ജയിക്കുന്നവന്, സഭയുള്ള ദൂതാണ്, ജയിക്കുന്നവന് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. വായിച്ചേ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ. ഇത് സഭയാണ്. അപ്പം ജയാളികളുടെ കൂട്ടമാണ് പുതിയ സഭ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അതുകൊണ്ടാണ് ഫോഷ്ക്ക് നുണ പറയരുത്. ഫോഷ്ക്ക് പറയുന്നവൻ എവിടാ പോകുന്നത്? ദൈവരാജ്യത്തിൽ പോകത്തില്ലെന്ന് മാത്രമല്ല, അവൻ നരകാഗ്നിയിൽ പോകും. വായിക്കാം. ഫോഷ്ക്ക് പറയുന്ന ഏവർക്കും. വെളിപ്പാട് 21 വായിച്ചേ. എന്നാൽ 3 8 വാക്യം 8 21:8 വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, ഫോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക അത്രയാണ്. അതുകൊണ്ട് ചെറിയ കാര്യത്തിൽ കള്ളം പറഞ്ഞ് ശീലിക്കരുത്. ഫോഷ്ക്ക് പറയരുത്. നരകത്തിലേ പോകത്തുള്ളൂ. എന്നാൽ ഏറ്റവും ചെറിയവർ അവരാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവർ. അപ്പോൾ താഴ്മയുള്ളൊരു ജനം. ഇതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ദൈവം അനുവദിച്ചാൽ ഇത് ഓരോന്നും നമുക്കൊരു ദിവസം ചിന്തിക്കാം. ഇത് യൂട്യൂബിൽ കിടപ്പുണ്ട്. പേരടിച്ച് TPM അടിച്ചാൽ മതി, വരും. പഠിക്കേണ്ടവർക്ക് പഠിക്കാം. എല്ലാം ചുമ്മാ കടന്ന് പെന്തിക്കോസുകാരെ അങ്ങോട്ട് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സത്യം. അപ്പോൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുക. കർത്താവ് വരാറായി. കർത്താവിൻ്റെ വരവിന് 3 ആമുഖങ്ങളുണ്ട്. ഒന്ന്, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നിലയാത്ത നാഴികയിൽ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ഇനി 3-4 കാര്യങ്ങൾ വേണം പറയാം. ഒന്ന്, മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ 24:39 മുതൽ 44 വാക്യം വരെ തൻ്റെ രഹസ്യ വരവ് വായിച്ചേ. മത്തായി 24:39 മുതൽ 44 വരെ കാണുന്നത് നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നുണ്ട്. ഒന്ന് വായിച്ചേ. എല്ലാവരെയും നീക്കിക്കളയുമ്പോളം അവർ അറിഞ്ഞതുമില്ല, മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെ തന്നെയാകും. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയായിക്കൊണ്ട് ഉണർന്ന് ഇരിക്കും. ഇതാണ് രഹസ്യപരമെന്ന്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഒരുപാട് ചിന്തിക്കേണ്ട വിഷയം നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ വരവ് രക്തസാക്ഷികളെ ചേർക്കാൻ. അതായത് ഈ 7 വർഷത്തെ അതിക്രിസ്തുവിൻ്റെ കാലത്തിൽ കൈവിടപ്പെട്ട സഭ വെളിപ്പാട് 1 അധ്യായത്തിൽ കാണുമ്പോൾ സ്ത്രീയുടെ സന്തതിയല്ല, സന്തതിയുടെ ശേഷിപ്പിനെ. സ്ത്രീ എതിർക്രിസ്തുവിൻ്റെ ലോകത്തിലേക്ക് പോകും. കൈവിടപ്പെടുന്ന ബഹുഭൂരിപക്ഷം പെന്തിക്കോസുകാരും എതിർക്രിസ്തുവിനോട് ജോയിൻ ചെയ്യും, നമ്പരേൽക്കും. നമ്പരേറ്റ പോയാണ്. ഇപ്പം വാക്സിൻ വന്നപ്പോൾ എല്ലാം കൂടെ ഓടിയില്ലേ? വാക്സിൻ വന്നപ്പോൾ എല്ലാം കൂടെ ഭയപ്പെട്ട് ഓടിയില്ലേ? വിശ്വാസത്തോടെ പോയി. അന്നും ചില വിശ്വാസികൾ സ്ട്രോങ് ആയിട്ട് നിന്നില്ലേ? ഇവിടെ ഷൈല ടീച്ചർ വാക്സിൻ വേണ്ടാന്ന് പറഞ്ഞ് വിശ്വാസികളോട് നിൽക്കുമ്പോൾ ജോലി പോകുമെന്ന് പറഞ്ഞു, പൊക്കോട്ടെന്ന് പറഞ്ഞു. അവരെ സ്കൂളിൽ വരണ്ടെന്ന് പറഞ്ഞു, പോയില്ല. പിന്നെ അവരെവിടെയോ അവിടെ കണ്ടുകൊണ്ട് ട്രാൻസ്ഫർ കൊടുത്ത് വിട്ടു. അപ്പോൾ അങ്ങനെ കഷ്ടം വരും. ഇതൊന്നുമില്ല, ഇതും വേണം, ഇതും 2 ആനയുടെ തുമ്പിക്കയും കൊണ്ട് നടക്കരുത്. വിശ്വാസിയോടെ വിശ്വാസിനോട് മരിക്കാൻ തീരുമാനിക്കണം. അല്ലാത്തവരെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ കൂടെ പോകുന്ന പെന്തിക്കോസ് ലോകം മുഴുവൻ പോയി ഇപ്പോഴേ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കർത്താവ് തന്നെ പറഞ്ഞ് മനുഷ്യപുത്രൻ വരുമ്പോൾ ആർ വിശ്വാസം കണ്ടെത്തും. അപ്പോൾ അതാണ് വെളിപ്പാട് 1 സ്ത്രീ മരുഭൂമിയിൽ ചെന്നിട്ട് ഭൂമി അവർക്ക് തുറന്നു നിന്നു. ആരാ ഭൂമി? വെളിപ്പാട് 13 അധ്യായത്തിൽ 11 അധ്യായത്തിൽ ഈ ലോക സഭ, നാമധേയ സഭകളെല്ലാം ഒന്നിക്കും. പെന്തിക്കോസുകാരിലും നല്ല ശതമാനം അവരോട് ചേരും. എന്നാൽ അവിടെ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഏക്കാത്തവർ, വെളിപ്പാട് 13 അധ്യായത്തിൽ ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അതാണ് രക്തസാക്ഷികളായി തീരുന്നവർ. വെളിപ്പാട് 7 അധ്യായത്തിലും എണ്ണിക്കൂടാത്തൊരു പുരുഷാരം താഴെ കാണുന്നുണ്ട്. അവരാണ് രക്തസാക്ഷികൾ, സഭ എടുക്കപ്പെട്ടതിന് ശേഷം. അപ്പോൾ സഭ മഹാമഹോദരത്തിൽ പോകുന്നില്ല കേട്ടോ. പുതിയ നിയമസഭ ഒരിക്കലും മഹാമഹോദരത്തിൽ പോകുന്നില്ല. സഭ കർത്താവിൻ്റെ വരിൽ എടുക്കപ്പെടുകയും സഭയുടെ ശേഷിപ്പ് സന്തതിയുടെ ശേഷിപ്പ് ഈ 3.5 വർഷം എതിർ ക്രിസ്തുവിനാൽ മുദ്രയേക്കാതെ ഉപദ്രവം സഹിച്ച് അവനവരെ കൊന്നുകളയും. വിശുദ്ധന്മാരെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് കാരണം അതാണ്. വിശുദ്ധന്മാരെ ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ 13 അധ്യായം വായിച്ചു നോക്കിയാൽ മതി. 12 അധ്യായത്തിൽ സന്തതിയുടെ ശേഷിപ്പ് മൃഗത്തോട് എതിർത്ത് നിൽക്കും, അവനവനെ കൊല്ലും. അങ്ങനെ ആദ്യത്തെ 3.5 വർഷത്തിൽ ഈ രക്തസാക്ഷികൾ മരിക്കും. ഇവരെ ചേർക്കാനാണ് യേശുവിൻ്റെ മറ്റൊരു വരവ്, രഹസ്യവരവ് സഭയ്ക്ക് വേണ്ടി. അതാണ് മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ, ഒന്നല്ലല്ലോ വായിച്ചേ, വായിക്കാം. 1 മുതൽ വായിക്കുമ്പോൾ 10 കന്യമാരെ പറ്റി പറയുന്നില്ലേ? ഈ 10 കന്യമാർ കർത്താവിൻ്റെ രഹസ്യപരമല്ല, രക്തസാക്ഷികളെ ചേർക്കാൻ വരികയാണ്. കാരണം 3 കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, അതിൽ 10 കന്യകയിൽ 5 പേരും ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് ഒന്നല്ലല്ലോ. സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ, മണവാട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ പ്രാവും നിഷ്കളങ്കമായുള്ളോ ഒരു മണവാട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 5 കന്യമാരുണ്ട്. രണ്ടാമത് ഇപ്പോൾ വായിച്ച വാക്യം എന്താ? 9 കേട്ടോ, 8 വാക്യത്തിൽ അർദ്ധരാത്രിക്കെന്നാണ്.
6-ാം വാക്യത്തിൽ വായിക്കും, അർദ്ധരാത്രിക്കോ മണവാളൻ വന്നു. വായിച്ചേ, അർദ്ധരാത്രിക്കോ എന്താ അർദ്ധരാത്രി? യെശയ്യാപ്രവചനം 60 വായിക്കുമ്പോൾ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. അപ്പോൾ അന്ധകാരം ഭൂമി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ജനത്തിന് ആദ്യത്തെ 3.5 വർഷം ഉപദ്രവവും, കൂരിരുട്ടെന്ന് പറയുന്നത് ഈ ലോകത്തിന് വരാൻ പോകുന്ന മഹോദരകാലം. ഇതൊരു വാക്യമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം എടുക്കാൻ ഒക്കുമോ? അങ്ങനെ എടുത്തു വരുമ്പം നടുരാത്രി വരെ പൗലോസിൻ്റെ പോലെ അങ്ങ് പ്രസംഗം നീളും. നിങ്ങൾ സമ്മതിക്കുമോ? കുറേ പേരിരിക്കും, ഒരുത്തരം ഉരുണ്ട് വീട് പിന്നെ ചത്തു, അവരെ സൗഖ്യമാക്കാൻ പോകും. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് നിർത്താൻ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടെ കണ്ടത്. എന്താ? അർദ്ധരാത്രിക്ക് മനുഷ്യൻ മണവാളം വന്നു. അപ്പം 5 കന്യമാർ അർദ്ധരാത്രി. ഇനി 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവരെ കല്യാണത്തിന് വന്നവരല്ല, കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. വായിച്ചേ, ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു. എത്രാം വാക്യം? 10-ാം വാക്യം. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടക്കുകയും ചെയ്തു. നോക്കണം, കല്യാണ സദ്യക്ക്. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. 7-ാം വാക്യം വായിച്ച്, തൻ്റെ കാന്തയും തന്നെത്താൻ കാന്തകളല്ല, കാന്ത ഒരുത്തി മാത്രം. വായിച്ചേ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി. അവളെ കല്യാണത്തിന് ക്ഷണിക്കുവോ? പറ, മണവാട്ടി ആരെങ്കിലും കല്യാണം ക്ഷണിക്കാനുണ്ടോ? മണവാട്ടിയുടെ കല്യാണമല്ലേ. അതാണ് ക്രിസ്തുവിൻ്റെ സഭ, കാന്ത. എന്നാൽ താഴെ വായിക്കുമ്പോൾ അടുത്ത് വായിച്ചേ, കല്യാണ സദ്യ. അടുത്ത് താഴെ വായിക്കും, കല്യാണ സദ്യക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും 19-ന്റെ വെളിപ്പാട് ദിവസം 19 വായിച്ചു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അത് സഭയ്ക്ക്, മണവാട്ടിക്ക്. അടുത്തത്, ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അടുത്തത്, പിന്നെ അവൻ എന്നോട്, പിന്നെ നോക്കണം, പിന്നെ അടുത്ത കാര്യമാണ് ഈ കാര്യമല്ല, പിന്നെ അടുത്തത്, പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവര് ഭാഗ്യവാന്മാർ എന്ന് എഴുതുക. പിന്നെ കുഞ്ഞാടിന് കല്യാണ സദ്യക്ക്. അതുകൊണ്ടാണ് കർത്താവ് വന്നതിന് ശേഷം കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെടുന്ന ആരാം? സ്നേഹിതന്മാരും അയൽക്കാരുമാണ്. അതാണ് ഇത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അർദ്ധരാത്രിക്കോ ഇനി മൂലഭാഷയിൽ 25-ാം അധ്യായത്തിൽ 1-ാം വാക്യം. അങ്ങനെ പണ്ട് മലയാളം ബൈബിളിൽ പോലും ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ആരംഭ സമയത്തിൽ ഞാൻ ആലപ്പുഴ വെച്ച് നമ്മുടെ ഒരു ബന്ധുക്കാരൻ്റെ, ഒരു സഹോദരൻ്റെ വീട്ടിലൊരു വലിയ പഴയ ബൈബിൾ ഉണ്ടായിരുന്നു, മർത്തോമക്കാരൻ്റെ. ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആ ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ മണവാളനെയും മണവാട്ടിയെയും സ്വീകരിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. അത് ഇസ്രായേലിലുള്ള നാട്ടിൽ ചരിത്രം കൂടാണ്. കല്യാണം കഴിഞ്ഞ് വരുന്ന നടക്കുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണവാളനെയും മണവാട്ടിയെ സ്വീകരിക്കാൻ എതിരേൽക്കാൻ വരുന്നവരാണ് കന്യകമാർ. അപ്പോൾ അത് അവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കർത്താവിൻ്റെ വരവല്ല, രഹസ്യവരവല്ല. രണ്ടാമത് രക്തസാക്ഷികളെ ചേർക്കാൻ വരും. അവർ കല്യാണ സദ്യക്കാണ്. കല്യാണ സദ്യക്ക് എന്ന് പറയുന്നത് ഇവിടെ അത് പുതിയ യെരൂശലേമല്ല, മണവാട്ടിയല്ല ആത്മീയ ഭാഷയിൽ. എനിവേ, അപ്പോൾ 3 കാര്യങ്ങളോട് വ്യത്യാസം കാണുന്നു. ഇനി 3-ാമത്തെ വരവെപ്പോഴാണ്? കർത്താവായ യേശു സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ ദൂതന്മാർ 1-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിലാണ് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഗലീല പുരുഷന്മാരെ നിങ്ങൾ അതിന്റെ 9-ാം വാക്യം മുതൽ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 9 മുതൽ 11 വരെ വായിക്കും. ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്. യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്ത സത്യമല്ലേ? ആണല്ലോ. അവൻ വരും, നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീണ്ടും വരും. അപ്പോൾ ദൂതന്മാർക്ക് രഹസ്യവരവിനെ കുറിച്ചുള്ള അറിവില്ലല്ലോ. ആ പരസ്യവരവിനെക്കുറിച്ച് അറിവുണ്ട്, കാരണം നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. വായിക്കാം, നിങ്ങൾ കണ്ടതുപോലെ നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ലൂക്കോസ് സുവിശേഷത്തിൽ മത്തായി സുവിശേഷം യേശു പറഞ്ഞു, അന്ന് മിന്നൽ ആകാശത്ത് വിളങ്ങുമ്പോൾ മനുഷ്യപുത്രൻ്റെ പ്രത്യക്ഷത നിങ്ങൾ കാണും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പബ്ലിക്കിനോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ കാണും. ഇനി അതല്ല, ആ സംഭവമാണ് ഈ എതിർ ക്രിസ്തുവിൻ്റെ അവസാന ഹർമോദോൻ യുദ്ധത്തോടുകൂടി. എവിടാ? വെളിപ്പാട് 16-ാം അധ്യായത്തിൻ്റെ 14-15 വായിക്കുമ്പോൾ അവർ ഒരു സ്ഥലത്ത്, ഹർമോദോൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി വരുന്ന അവസാനത്തെ യുദ്ധം, യഹോവശാത്ത് അല്ലെങ്കിൽ മെഗിദ്ദോ താഴ്വരയിൽ. അത് ഇസ്രായേലിൽ നിന്ന് ആ പ്രദേശം മുഴുവൻ കാലിയായി കിടക്കുക, ഈ വരുന്ന സൈന്യത്തെ എല്ലാം. അത് ഒന്ന് റഷ്യയുടെ സൈന്യങ്ങൾ, 2 കിഴക്കെന്ന് വരുന്ന ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കുറേ പേര്, ഇങ്ങനെ കിഴക്കൻ സൈന്യവും വന്ന് എല്ലാവരും വന്ന് ആ മെഗിദ്ദോ താഴ്വരയെ തമ്പടിക്കുമ്പോൾ
സക്കറിയ പ്രവചനത്തിൽ വായിക്കുന്നത്, എസെക്കിയാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ അവിടെ അവസാനത്തിൽ ദൈവത്തിൻ്റെ സമയം തന്നെ കടന്നു. വലിയ യുദ്ധമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, 2 പ്രാവശ്യം ഭൂകമ്പമുണ്ടാകും, ആരംഭത്തിലുണ്ടാകും, അവസാനത്തിലുണ്ടാകും. ആ ഭൂകമ്പത്തിൽ ഇവരുടെ രാസായുധങ്ങൾ, ഇവരുടെ അനുഭവങ്ങൾ തന്നെ തന്നിൽ പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മാംസങ്ങളെല്ലാം അഴിഞ്ഞുപോയി. എസെക്കിയേൽ 39-ാം അധ്യായം വായിക്കുമ്പോൾ അസ്ഥി അവശേഷിക്കും. ഈ അസ്ഥികളെ പെറുക്കിയെടുക്കുന്ന ജോലി ചെയ്യുന്ന കാലങ്ങളൊക്കെ ഉണ്ട്, അത് വായിച്ചാൽ മതി. അപ്പോൾ അതാണ് ഈ വർഷത്തിൻ്റെ അവസാനം. അങ്ങനെ ഈ 7 വർഷത്തിൻ്റെ അവസാനത്തിൽ ഈ പറഞ്ഞ ഒലിവുമലയിൽ ഇറക്കത്തിൽ കർത്താവും തൻ്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരികയും ഇവിടുന്ന് എതിർ ക്രിസ്തു തൻ്റെ സൈന്യങ്ങളുമായിട്ട് ചെല്ലുകയും ചെയ്യും. അവിടെ വെച്ചാണ് ഫൈനൽ യുദ്ധം. ആ യുദ്ധത്തിൽ എന്ത് ചെയ്യും? യേശുവിൻ്റെ വായന ശാസ്ത്രത്താൽ അവരെ നീക്കിക്കളയും. അപ്പോൾ 7-ാമത്തെ ദൂതൻ കാഹളൂതും. വായിച്ച് വെളിപ്പാട് 11-15 വാക്യം. ആ 7-ാമത്തെ ദൂതൻ, 6-ാമത്തെ ദൂതൻ വരുമ്പോഴാണ് യൂഫ്രട്ടീസ് നദിയിലുണ്ടാകുന്ന വിഷയം. കിഴക്കൻ രാജാക്കന്മാരെല്ലാം വരുന്നു 6-ാമത്തെ ദൂതൻ്റെ കാഹളത്തിലാണ്. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു എന്ന് കംപ്ലീറ്റ് ഈ ലോകത്തിൽ യേശു ക്രിസ്തു വാഴും. തൻ്റെ സഭ വിശുദ്ധന്മാർ അവനോട് ഭരിക്കും. യഹൂദന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഈ 154,000 പേരില്ലേ മുദ്രയിട്ട് വെളിപ്പാട് 7-ാം അധ്യായത്തിൽ കാണുന്ന 154,000 പേരെ യോർദാനിൽ ഏദോമിൽ വെച്ച് കർത്താവ് അവരെ വീണ്ടെടുത്ത് അവരെ മുദ്രയിട്ട് വേർതിരിക്കുന്നവർ. അതിനോട് കൂടെ ബാക്കിയുള്ളവർ കാണുമായിരിക്കും, നമുക്കറിയത്തില്ലല്ലോ. പിന്നെയും കുറേ ശേഷിപ്പ് കാണും ഇത് കണ്ട്. കാരണം മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ കുറേ പേര് ഇത് കണ്ട് അവരോട് കൂടി. അന്നേരം അത് ഇവരുടെ കൂടെ ഓടുന്നവർക്ക് ചിലപ്പോൾ രക്ഷ കിട്ടുമായിരിക്കും. അതൊക്കെ നമുക്ക് കണ്ടറിയാം. 1000 വർഷ ഫലത്തിൽ കൃത്യമായിട്ട് പറയാം കേട്ടോ. നിങ്ങളവിടെ കാണണം. എനിക്കൊരു ഉറപ്പുണ്ട്, കർത്താവ് എന്നെ ആ സ്ഥാനത്താക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗ്യാരണ്ടിയിൽ ഞാൻ പറയാം, ഞാൻ കാണും. നിങ്ങൾ വന്നാൽ നമുക്ക് അന്ന് ഇതിനെപ്പറ്റി ഒരുപാട് സമയമുണ്ട്, അന്ന് ഡിസ്കസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനൊക്കെ പറയാനധികം സമയങ്ങളില്ല. അതുകൊണ്ട് ഒരുങ്ങുക. അങ്ങനെ 7-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിന്. യെശയ്യാ 32:1 വായിക്കുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും. വെളിപ്പാട് 20:4 വായിക്കുമ്പോൾ അവർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാഴും. ആ വാഴ്ചയാണ് യെശയ്യാ പ്രവചനം 65-ാം അധ്യായം, യെശയ്യാ പ്രവചനം 11-ാം അധ്യായം, മറ്റ് പല സ്ഥലങ്ങളും കാണുന്നുണ്ട്. അങ്ങനെ 1000 വർഷം കഴിയുമ്പോൾ സാത്താനെ അഴിച്ചുവിടും വീണ്ടും. 1000 വർഷത്തിന് സാത്താനെ ബന്ധിക്കും. ആ 1000 വർഷം കഴിയുമ്പോൾ സാത്താൻ വന്ന് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കും, ജാതികളെ വളയും. അതാണ് ഗോഗ് യുദ്ധം. 20-ന്റെ എത്രാം വാക്യം? 7-ാം വാക്യം. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളിൽ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കും. അവിടെ തീ ഇറങ്ങി, തീയും ഗന്ധവും ഇറങ്ങി അവരും നശിക്കും. മനസ്സിലാവും? തീയും ഗന്ധവും ബോംബ് പോലുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെ നേരിട്ട് പണ്ട് സോതോമിൽ ഇറങ്ങിയതുപോലെ അവർ നശിക്കും. അതോടെ തീർന്നു. പിന്നീട് ഈ ഭൂമി മാറ്റപ്പെടും. അതാണ് 2 പത്രോസ് 3-ാം അധ്യായത്തിൽ ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. വായിച്ചേ 2 പത്രോസ് 3:9 മുതൽ. ചിലർ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. കർത്താവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, ഇപ്പം 3 വരവ്. 1 രഹസ്യവരവ്, 1 ഈ പറഞ്ഞ രക്തസാക്ഷികളെ ചേർക്കാൻ, 3 പരസ്യമായി. അത് സക്കറിയ 14-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ അന്ന് അവൻ്റെ കാൽ യെരുശലേമിനെതിരെ ഒലിവുമലയിൽ നിൽക്കും. ആ വാക്യം വായിച്ചേ. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറ്. ഇതെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അതോടുകൂടി ആ യുദ്ധത്തോടുകൂടി ലോകരാജ്യത്ത് ക്രിസ്തുവിനാകും 1000 വർഷം ഭരിക്കും. 1000 വർഷം കഴിയുമ്പോൾ 1000 വർഷം കഴിഞ്ഞിട്ടേ ഈ ഭൂമി ചുട്ടരിക്കപ്പെടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ തേജസ്സരികളായ മനുഷ്യർ വസിക്കേണ്ട സ്ഥലങ്ങളാണ്. അവർക്ക് ഈ ആക്ഷിക ഭൂമിയുടെ ആവശ്യമില്ല. അപ്പോൾ ഭൂമിക്ക് സംഹാരനാശം ഉണ്ടാകുന്നത് ഇന്ന് കർത്താവ് വന്നാൽ 7 വർഷത്തെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം, പിന്നീട് അതിനുശേഷം 1000 വർഷം ഭരണം. ആ 1000 വർഷ ഭരണത്തിൻ്റെ അവസാനത്തിൽ ഈ പറഞ്ഞ ഭൂമി മാറ്റപ്പെടും. പിന്നീട് പ്രത്യക്ഷപ്പെടുന്നതാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്ന വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഒന്നാമത്തെ ആകാശം, ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. പിന്നെ സമുദ്രവും ഇനിയില്ല. സമുദ്രമില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്. അതാണ് നിത്യതയുടെ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം. യേശു പറഞ്ഞില്ലേ, ദിവ്യരാജ്യം 30, 60, 100 പാസ് മാർക്ക്, ക്ലാസ് മാർക്ക്, റാങ്ക്. ഇതുപോലെ ആത്മീയത്തിലും ശ്രേഷ്ഠരായിത്തീരുന്ന ഒരു വസിക്കുന്ന സ്ഥലമാണ് പുതിയ യെരുശലേം. അടുത്തത് അതിന് താഴെയാണ് പുതിയ സ്വർഗം, മറ്റു പുതിയ ഭൂമി. ഇത് അവിടെ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ
കണ്ട് സംസാരിക്കാം. ഇപ്പം അത്രയൊക്കെ പറയാൻ നമുക്ക് നിവൃത്തിയുള്ളൂ. കാരണം അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. എന്താ കാരണം? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല യാതൊരു മനുഷ്യൻ്റെയും. ദൈവം എന്നെ ആരംഭ സമയത്ത് കൊണ്ടുപോയി കുറേ കാര്യം കാണിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പുതിയ യെരൂശലേമായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാ ചതിവും ദുഷ്ടതയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ ആ ശിശുവിനെ പോലെ താഴ്ത്തി നമുക്ക് അവൻ്റെ മുമ്പിൽ കയറാം. ഒരു സംശയം കൂടെ 3-4 പേര് കഴിഞ്ഞ ആഴ്ചകളിൽ എന്നോട് ചോദിക്കാനിടയായി. പാസ്റ്ററെ, ഈ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തല്ലോ, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തൊരു വാക്യമുണ്ടല്ലോ, അതൊന്ന് വ്യക്തമാക്കാമെന്ന് ചോദിച്ചു. അതൊന്ന് വായിച്ച വാക്യം അവിടെ പറഞ്ഞ് നമുക്ക് അവസാനിക്കും. 20:13. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും അതെന്താ ആ വാക്യൻ്റെ ഒരു കോൺട്രവേഴ്സി ഉണ്ടല്ലോ, ഒരു വ്യത്യാസം ഉണ്ടല്ലോ. എന്താ ഇവിടെ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു? അപ്പോൾ ഒരു കൂട്ടർക്ക് എന്നാ സംശയം, സമുദ്രത്തിൽ പോയവരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണോ? അങ്ങനെ പിന്നെ മരണവും പാതാളവും എന്താ? അത് 3-ാമത്തെ സെക്ഷനാണോ? അല്ല. സമുദ്രം എന്ന് പറയുന്നത് ഈ കടലിൽ പോയി മരിച്ചവരല്ല. സമുദ്രത്തെക്കുറിച്ച് വേദവസ്തം വായിക്കുന്നത് സമുദ്രത്തിൽ മൃഗം കരയേറി വരുന്നു, പെരുവെള്ളത്തിലിരിക്കുന്ന സ്ത്രീ, ഇതെല്ലാം അലങ്കാരിക ഭാഷയിൽ ഈ ഭൂമിയെയാണ് ഈ സമുദ്രം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്, അല്ല ഒറിജിനൽ സമുദ്രമല്ല. അപ്പോൾ ഭൂമിയിൽ വന്ന് ജനിച്ച് മരിച്ച മനുഷ്യരെയാണ് ആബാലവൃദ്ധം. വെളിപ്പാട് 20:11 ആബാലവൃദ്ധം സിംഹാസനം നിൽക്കുന്ന കണ്ടു. വായിച്ചേ, വെളിപ്പാട് 20:12 വാക്യം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഈ മരിച്ചവർ ഭൂമിയിൽ മരിച്ചവരുടെ കാര്യം പറയുന്നത്. അത് സമുദ്രത്തിൽ പോയാലും ശരി, പിന്നെ ഭൂമിയിൽ വെച്ച് മരിച്ചാലും ആകാശത്ത് വെച്ച് മരിച്ചാലും ഇതെല്ലാം ഈ പറഞ്ഞ മരണത്തിൽപ്പെടുകയാണ്. അല്ല ഒറിജിനൽ സമുദ്രത്തെക്കുറിച്ചല്ല പറയുന്നത്. അത് ഈ ലോകമാകുന്ന ഈ ലോകവാരീതി നമ്മൾ പാട്ട് പാടുന്നില്ല. അപ്പം ഈ ലോക സമുദ്രത്തിൽ വന്ന് മരിച്ചവരെല്ലാം ന്യായവിധിക്ക് നിൽക്കേണ്ടതായിട്ടെന്നാണ് വേദവസ്തം പറയുന്നത്. അപ്പോൾ പിന്നെ മരണവും പാതാളവും ആരാ? വെളിപ്പാട് 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ മരണത്തോട് 6-ാം അധ്യായത്തിന് 8 വായിച്ച്. വെളിപ്പാട് 6:8. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേർ, പാതാളം അവനെ പിന്തുടർന്നു. നോക്കണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ മഹോദരകാലത്തിൽ ഭരിക്കുന്ന എതിർക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്തെയാണ് ഈ മഞ്ഞ കുതിരയെന്ന് കാണിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? അവർ ഒന്നുകൂടെ വായിച്ച വാക്യം. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേർ, പാതാളം അവനെ പിന്തുടർന്നു. അപ്പോൾ മരണവും പാതാളവും 2 ശക്തിയാണ് ആ കാലഘട്ടത്തിൽ. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന എതിർക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചൻ്റെ ആത്മാവാണ് ആ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത്. രണ്ടാമത് വരുന്ന കള്ളം. ഇവരെ എന്തെയും ഏറ്റുകൊള്ളുന്നവർ, അവരോട് സഖ്യത ചെയ്യുന്നവർക്ക് നിത്യശിക്ഷാവധിയുണ്ട്. ആ മരണത്തെയും പാതാളം എന്ന് പറഞ്ഞ എതിർക്രിസ്തുവിനോടും ഈ പറഞ്ഞ ആ കള്ളപ്രവാചകർ സഖ്യ ചെയ്ത് മുദ്രയേറ്റവർക്ക് വലിയ ശിക്ഷാവധി ഉണ്ടെന്ന് വെളിപ്പാട് പുസ്തകം 15 ഇല്ലേ? അതുതന്നെയാണ് ഇസ്രായേൽ ജനത്തോട് നേരത്തെ പ്രവാചകൻ പറഞ്ഞിരുന്നു. 28:17 യെശയ്യാപ്രവചനം 28:17 പറയുമ്പോൾ ഇസ്രായേൽ ജനം ജീവൻ്റെ ഉറവയായ ക്രിസ്തുവിനെ തള്ളിവിട്ടിട്ട് യേശുവിനെ സ്വീകരിക്കാതെ എതിർക്രിസ്തു വരുമ്പോൾ അവനോട് സഖ്യത ചെയ്യും. വായിക്കാം. യെശയ്യാ 28:15 മരണത്തോട് സഖ്യതയും. യെശയ്യാ 28:15 നോക്കണം. ഇസ്രായേൽ ജനത്തിന് യേശു രക്ഷിതാവായി വന്നിട്ട് അവർ സ്വീകരിച്ചില്ല. പകരം യേശുവിൻ്റെ പേരും പറഞ്ഞു വരുന്ന എതിർക്രിസ്തു, അതാ യേശു പറഞ്ഞ്, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നിട്ട് എന്നെ കൈക്കൊണ്ടില്ല, പക്ഷെ അവൻ സ്വന്തം നാമത്തിൽ വരുമ്പോൾ അവനെ കൈക്കൊള്ളും നിങ്ങൾ. ഈ പറഞ്ഞ വാക്യമാണ് ഇവിടുത്തെ നിയമങ്ങൾ. എന്താ പറയുന്നത്? വായിച്ച്. ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്യും. അങ്ങനെ ഈ എതിർക്രിസ്തു വരുമ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർ എന്തു ചെയ്യും? ഇവരെ ഉടമ്പടി ചെയ്യും. അടുത്തത് മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്യും. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ മതി. അപ്പോൾ ഇതാണ് എതിർക്രിസ്തുവിൻ്റെ കാലത്തിൽ മുദ്രയേറ്റ് ജീവിക്കുന്നവർക്ക് അധിക ശിക്ഷയുണ്ട്. സാധാരണ മരണമുള്ളവരെക്കാൾ കൂടുതൽ ശിക്ഷ അവർക്കുണ്ടാകും. അതുകൊണ്ടാണ് വെളിപ്പാട് 20 വായിക്കുമ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. വായിച്ചു. മരണത്തെയും എത്രാം വാക്യം? 14-ാം വാക്യം. 20:14 മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ അതാണ് മരണവും. അപ്പോൾ മരണത്തിൻ്റെ ആപാലവൃദ്ധം മനുഷ്യൻ ഉയർക്കുന്നത് ഈ മണ്ണിൽ നിന്ന് സമുദ്രത്തിൽ നിന്നും അല്ല.
നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഇതോടങ്ങ് തീർന്നു. ഇനി ഇത് ഇവിടുന്ന് പൊങ്ങാൻ പോകുന്നില്ല. മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ട ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. അതിന് ഈ ശരീരമല്ല. എന്താ കാരണം? ഈ ശരീരം ഉയർത്തുന്നതിൻ്റെ തീക്കകത്ത് കൊണ്ടിട്ടാൽ അച്യുതാനന്ദം ഇപ്പം സീരിയസ് ആയി കിടക്കുകയാണ്. പണ്ട് നിയമസഭ പറഞ്ഞ പോലെ, മാണിസാറേ ക്രിസ്ത്യാനിയല്ലേ, നിങ്ങൾ വായിച്ചിട്ടില്ലേ നരകത്തിൽ പോകരുത്, പോയാൽ അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുമുണ്ടെന്ന് യേശുക്രിസ്തു പറഞ്ഞ വാക്യം. അപ്പം ഞാൻ ചോദിച്ചു, ഈ ശരീരം എന്ത് ചെയ്യും? ഈ ശരീരമാണ് ഉയർക്കുന്നെങ്കിൽ ഇത് പുഴു നിന്ന് കളയത്തില്ലേ? ഇത് തീക്കാത്തിട്ടാൽ ദ്രവിച്ചു പോകത്തില്ലേ? അപ്പോൾ അതിനേറ്റതായ ഒരു ശരീരം, ആത്മീയ ശരീരമാണ് കൊടുക്കുന്നത്. ആ ശരീരം അവിടെ കിടക്കുമ്പോൾ ചാകത്തുമില്ല, തീ കൊണ്ട് ദഹിക്കത്തുമില്ല, അവിടെ കിടന്ന് യാതിനെ അനുഭവിക്കേണ്ടി വരും. അതാണ് വേദപുസ്തകം. അതിൻ്റെ ആത്മീയ വാക്യം വേറൊന്നുണ്ട്, ആത്മീയാർത്ഥമുണ്ട്. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊള്ളുക. ഞാനിപ്പോൾ പറയുന്നില്ല, അതിൻ്റെ ഒരു ആത്മീയ അർത്ഥമുണ്ടത്. അപ്പോൾ അതാണ് ഈ ശരീരം ഭൂമിയിൽ നിന്നല്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഒരു പെന്തിക്കോസുകാരൻ വിദേശത്തിന് വെച്ച്, പാസ്റ്ററേ ഞാൻ എൻ്റെ ശരീരം മെഡിക്കൽ കോളേജിൽ എഴുതി കൊടുത്തു, എൻ്റെ കണ്ണും കിഡ്നിയും ഞാൻ അപകടത്തിൽ മരിച്ചാൽ അതാരെങ്കിലും ഉപയോഗിച്ചോണം, കണ്ണും കിഡ്നി എടുത്തോണം, ബാക്കി ശരീരം. പെന്തിക്കോസുകാരൻ TPM-കാരനാണ്, തെറ്റുണ്ടെന്ന് ഞാൻ ഒരു തെറ്റുമില്ല. കാരണം എന്താ? മരിച്ചതിന് ശേഷം ഈ ശരീരത്തിനൊരു വിലയില്ല. ഭൗമികമായ നിങ്ങളുടെ ശരീരം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം യേശു പറയുന്നു. അവിടെ നിന്ന് യേശു വരുന്നത് 1 Thessalonians 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും കർത്താവിൻ്റെ കൂടെ വിശുദ്ധന്മാർ വരും, അവനോട് തേജസ്സിലെടുക്കപ്പെടും. ഇതാണ്. പിന്നെ പണ്ട് കാലം തൊട്ട് നമ്മുടെ അറിവിൽ മരിച്ചവർ ഉയർക്കും, മണ്ണിൽ നിന്ന് ഉയർക്കും എന്നൊക്കെ പറയുന്നത്. മണ്ണിൽ നിന്നല്ലല്ലോ. എത്ര പേര് കടലിൽ പോയിട്ടില്ലേ? വേറെ ചിലർ കല്ലറിക്കാത്തില്ലേ? യേശു കല്ലറയുള്ളവൻ്റെ ശബ്ദം കേൾക്കും. ഇതെല്ലാം ഹിഡൻ പ്ലേസ്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൻ്റെ ദൈവത്തിൽ മറഞ്ഞിരിക്കും. ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് യേശു കള്ളനോട് പറയും, ഇന്ന് നീ എൻ്റെ കൂടെ പരദീസയിലിരിക്കും. അപ്പോൾ അവിടെ നിന്നാണ് ഉയർക്കുന്നത്. അത് ഈ ശരീരമല്ല, അത് നിത്യതയ്ക്കുള്ള ശരീരവും പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ പോകുന്ന ആ തേജസ്സിൻ്റെ ശരീരം. മറ്റത് തീയിൽ കിടന്നാലും യാതന അനുഭവിക്കും, പക്ഷേ ദഹിച്ചു പോകത്തില്ല. ഇതൊക്കെയാണ് നിത്യതയെക്കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ അറിവ്. ഇനി നമുക്ക് നേരിട്ട് ചെല്ലുമ്പോൾ ബാക്കിയൂടെ കാണാം. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമുടിയായി കാണുന്നു, ചെല്ലുമ്പോൾ നേരിട്ട് എല്ലാം. ഏതായാലും ഒരു കാര്യം എല്ലാവരും, എല്ലാ പെന്തിക്കോസ്തുകാരും പറയുന്ന പോലെ ഒരു വിശുദ്ധ ജീവിതം ചെയ്തുകൊള്ളുക. അതിനെന്ത് ചെയ്യണം? ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം വയ്ക്കുക, അറിഞ്ഞ സത്യത്തിൽ വിശ്വസ്തരായിരിക്കുക, കൊടുക്കവാങ്ങൽ വിശ്വസ്തരായിരിക്കുക. അവരെ ദൈവം വിശുദ്ധരാക്കും. വേഗം വരുന്ന യേശുവിന് മുമ്പിൽ നമുക്ക് കൊടുക്കപ്പെടാം. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം. കർത്താവേ, അങ്ങയുടെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ. കർത്താവായ യേശുവേ, അവിടുന്ന് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചല്ലോ. ഞാനങ്ങേ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അവിടുത്തെ രക്തത്താൽ എൻ്റെ പാപം കഴുകണമേ, വചനത്താൽ എന്നെ കഴുകണമേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടുമല്ലോ. അവിടെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. സ്നാനമെടുക്കാൻ സമ്മതിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിനെ എന്നെ അഭിഷേകം ചെയ്യണമേ. ഒരു ജയജീവിതം, വിശുദ്ധ ജീവിതം ചെയ്ത് വേഗം വരുന്ന യേശുവിനെ എതിരേൽക്കുവാൻ കർത്താവേ എന്നെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ബാര ശബ്ദന ബല കത്തുന ബല ഭവിഷ്യാന ബകത്തുനാദര. ആ ഒരേ നാളിൽ സ്വർഗീയ നഗരവും സിയോനും വെളിപ്പെടുമേ. ആ ഒരേ നഗരവും സിയോനും വെളിപ്പെടുമേ. പ്രിയ പിതാവിൻ്റെ തിരുഗീതമാം പൂർണ്ണമായി നിറവേറുമേ. പ്രിയ പിതാവിൻ്റെ തിരുഗീതമാം പൂർണ്ണമായി നിറവേറുമേ. വാനിൽ കാഹളനാദം സേവിക്കുമാ നേരം ആയന്നമായല്ലോ. ആ സുപ്രഭാതം എത്രയാണെന്ന് ആവലായി കാത്തിരും. കാഹളനാദം ശ്രവിക്കുമാ നേരം ആസന്നമായല്ലോ. ആ സുപ്രഭാതം എത്രയാണെന്ന് ആവലായി. തിരുസഭയെ നീ പുഞ്ചിരി തൂകി പ്രിയരെ എതിരേൽക്കുവാൻ. തിരുസഭയെ നീ സുസ്മരവദനാം യേശുവേ വാഴ്ത്തി നാം നിത്യവും ആനന്ദിക്കാം. യേശുവേ വാഴ്ത്തി നാം നിത്യവും ആനന്ദിക്കാം. വാനിൽ